അങ്ങനെയാണെങ്കിൽ ശാസ്താരൂപത്തിന്റെ സൃഷ്ടി എങ്ങനെയാണ്? പുരാണങ്ങളിൽ ശാസ്ത്ര എന്നുള്ള സങ്കല്പത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഏത് ഇതുപോലെയുള്ള സങ്കല്പം എടുത്താലും അതിൻ്റെ പുറകിൽ ഒരു കഥ കാണും. ഈ കഥ മാത്രമായിട്ട് നമ്മൾ ഇരിക്കരുത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം വളരെ ആഴത്തിലുള്ള ഒരു തത്വം അടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ശാസ്ത്ര സങ്കല്പം നമ്മൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ശാസ്ത്രം ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് പാലാഴി മഥന സമയത്ത് അല്ലെ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്തു. മഹാദേവൻ അതിൽ ആകൃഷ്ടനായി. മഹാദേവന് മോഹിനിയിൽ ഉണ്ടായതാണ് ശാസ്ത്ര. ഇതാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എന്ത് പേര് പറയും? ഹരി ഹര സുതൻ അല്ലെ, ഹരിക്കും ഹരനും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ തത്വപരമായിട്ട് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, സൂക്ഷ്മമായിട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മളുടെ നട്ടെല്ലിൽ 7 ആധാര ചക്രങ്ങൾ ഉണ്ട് അല്ലെ. ഈ ആധാര ചക്രങ്ങളിലൂടെ നമ്മളുടെ മനസ്സ് സഞ്ചരിക്കുന്ന അനുസരിച്ചാണ് നമ്മളുടെ സ്വഭാവം മാറുന്നത്. അപ്പൊ ഈ ചക്രങ്ങളിലൂടെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മനസ്സും അതുപോലെയുള്ള തലത്തിലേക്ക് എത്തുന്നു. വിഷ്ണു ചക്രം എന്ന് പറയുന്നത് അനാഹത ചക്രമാണ്. ഈ വിഷ്ണു ചക്രത്തിൽ മനസ്സെത്തി അവിടെ ഇരുന്നാൽ മതിയോ? അതിൻ്റെ അടുത്ത മുകളിലുള്ള ചക്രത്തിലേക്ക് പോകണ്ടേ? അതാണ് ആജ്ഞാചക്രം. ഈ ആജ്ഞാചക്രം എന്ന് പറയുന്നത് രുദ്രഗ്രന്ഥിയാണ്. മറ്റേത് വിഷ്ണു ഗ്രന്ഥി. എന്താ പറയുക, ചക്രങ്ങളെ പറ്റിയൊന്നും കേട്ടിട്ടില്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. എന്താണെങ്കിലും ശരി, ആധ്യാത്മിക പാതയിൽ മുന്നേറുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഊർജം ആ പരമമായിട്ടുള്ള ഊർജവുമായിട്ട് ലയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഊർജം വളരെയധികം ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. കുണ്ടലിനി ശക്തി ഉണർത്തുന്നു എന്നൊക്കെ പറയും. ഈ വിഷ്ണു ഗ്രന്ഥി എന്ത് ചെയ്യണം? രുദ്രഗ്രന്ഥിയിൽ എത്തണം. അതായത് വൈഷ്ണവ ശൈവ സംയോജനം അവിടെ നടക്കും. 2 എണ്ണം ചേർന്നാൽ അവിടെ എന്ത് സംഭവിക്കും? 2 വസ്തുക്കൾ ചേർന്നാൽ അവിടെ 3ാമത് ഒരെണ്ണം ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാം. അല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ വിഷ്ണു ഗ്രന്ഥി ഉയർന്ന് രുദ്രഗ്രന്ഥിയിൽ എത്തുമ്പോൾ അതിൽ നിന്ന് ഒന്നുണ്ടാകും. അല്ലെങ്കിൽ വൈഷ്ണവ ചൈതന്യവും ശൈവ ചൈതന്യവും ചേർന്നപ്പോൾ അത് 3ാമതൊന്നായിട്ട് മാറി. അതിന് കൊടുത്ത പേരാണ് ശാസ്ത എന്നുള്ളത്. ഹരി ഹര സുതൻ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ചൈതന്യം ചേർന്ന ചൈതന്യമാണെന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളിവിടെ ഹരേ രാമ മന്ത്രം ചൊല്ലി ഉടനെ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഈ ഹരേ രാമ മന്ത്രത്തിന്റെ മാഹാത്മ്യം പറഞ്ഞത് ഒത്തിരി കാലമായി കേട്ടോ, അപ്പൊ ഇന്ന് പറയണ ഇവരൊക്കെ ഇവിടെ ചൊല്ലുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഈ രാമമന്ത്രത്തിന്റെ പ്രാധാന്യം എന്താണ്? ഈ രാമമന്ത്രത്തിന്റെ എന്തുകൊണ്ടാണ് വിശ്വാമിത്ര കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷി ദശരഥന്റെ മൂത്ത പുത്രന് രാമൻ എന്ന് പേരിട്ടത്? ഓം നമ ശിവായ, ഓം നമോ നാരായണായ. ഈ 2 മന്ത്രങ്ങളും നമുക്കറിയാം അല്ലെ. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന്റെ ബീജം അല്ലെങ്കിൽ അതിന്റെ ചൈതന്യം, ജീവൻ എന്ന് പറയുന്നത് രാ എന്നുള്ള അക്ഷരമാണ്. ഓം നമോ നാരായണായ. രാ മാറ്റി എന്താവും? ഓം നമോ നാരായണായ എന്നാവും അല്ലെ. നേരെ വിപരീത അർത്ഥം വരും. എനിക്ക് പോകാൻ യാതൊരു വഴിയില്ലെന്നാണ്. ഇനി ഓം നമ ശിവായ മന്ത്രത്തിന്റെ ബീജം ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? മാ എന്നുള്ള അക്ഷരം. അത് മാറ്റിയാലോ? ഓന്ന ശിവായ അല്ലെ. എനിക്ക് യാതൊരു തരത്തിലുള്ള മംഗളങ്ങളും വേണ്ട എന്നാണ്. ഈ 2 മന്ത്രങ്ങളുടെയും ജീവനാണ് രായും മായും. ഇത് 2ഉം ചേർത്തിട്ടാണ് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിന്റെ മൂത്ത പുത്രനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രാമ എന്ന് ചൊല്ലുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ശൈവ കലയും വരുന്നുണ്ട്, വൈഷ്ണവ കലയും വരുന്നുണ്ട്. ഇത് തന്നെയാണ് ശാസ്ത എന്നുള്ള സങ്കല്പം. 3ാമതൊരെണ്ണം ഉണ്ടായാൽ അതിന് പേര് കൊടുക്കണ്ടേ അല്ലേ? ഒരു സ്ത്രീയും പുരുഷനും ചേർന്നാൽ ഒരു കുട്ടി ഉണ്ടാകും. കുട്ടിക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? അതിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം ഉണ്ട്. അപ്പൊ ആദ്യം അതിന് നമ്മൾ പേര് കൊടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചൈതന്യത്തിന് ശാസ്ത എന്ന് പേര് കൊടുത്തത്. ശാസ്ത എന്നാൽ ശാസിക്കുന്നവൻ, ഭരിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞാലോ,
ധർമ്മത്തെ ശാസിക്കുന്നവൻ, നടപ്പിലാക്കുന്നവൻ എന്നർത്ഥം. ഈ ചരിതം നടന്നിരിക്കുന്ന ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ ശ്രീമദ് ഭാഗവതമൊക്കെ നോക്കിയാൽ പാലാഴി മഥനം എന്ന് പറയുന്നത് കൃതയുഗത്തിലാണ്. ഒന്നാമത്തെ യുഗം സത്യയുഗം. അത് കഴിഞ്ഞിട്ടാണ് ത്രേതായുഗം, ശ്രീരാമന്റെ കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാണ് ദ്വാപരയുഗം, ശ്രീകൃഷ്ണന്റെ കാലഘട്ടം. ഇപ്പം കലിയുഗം. ആ സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ശാസ്ത്ര സങ്കല്പം എപ്പോഴുള്ളതാണെന്ന് ആലോചിക്കുക. പക്ഷെ ഈ ശാസ്ത്ര സങ്കല്പത്തെ പറ്റി വളരെയധികം പുരാണങ്ങളിലൊന്നും പരാമർശമില്ല. പുരാണങ്ങളിൽ ഏറ്റവും വലിയ പുരാണമായിട്ടുള്ള സ്കന്ദ പുരാണത്തിലാണ് ഈ ശാസ്താവിനെ പറ്റി കൂടുതലായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. എല്ലാ പുരാണങ്ങളിലും ഇപ്പം എല്ലാം പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ശൈവ വൈഷ്ണവ ചൈതന്യത്തിന്റെ സംയോഗമാണ് ഈ ശാസ്ത എന്ന് പറയുന്ന ചൈതന്യം. ഈ ശാസ്ത എന്നുള്ള ഒരു ചൈതന്യം ഉണ്ടായപ്പോൾ അതിന് എന്ത് വേണം? മന്ത്രം വേണം, ഒരു യന്ത്രം വേണം, ഗായത്രി വേണം, അല്ലെ? ഒരു ദേവ ചൈതന്യത്തിലേക്ക് എത്തിപ്പെട്ടാൽ അതിനിതെല്ലാം വേണം. ഇവിടെ ശാസ്ത ശൈവ ചൈതന്യമായിട്ടാണ് പറയപ്പെടുന്നത്. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശിവന് അധികം അവതാരങ്ങളൊന്നുമില്ല. അവതാര ദൈവം എന്ന് പറയുന്നത് ആരാണ്? വിഷ്ണു, അല്ലെ? ശിവൻ എങ്ങനെ അവതാരങ്ങൾ വളരെ കുറവാണ്. ഒന്ന് ശാസ്ത, ദുർവാസാവ്, ആദിശങ്കരാചാര്യർ, അല്ലെ? ഹനുമാൻ സ്വാമി, ഇങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഹാദേവന്റെ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ മഹാദേവന് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. പാർവതി ദേവി കളിമണ്ണ് പിടിച്ചു, കുട്ടി ഉണ്ടായി, അല്ലെ? മഹാദേവന്റെ ചൈതന്യത്തിൽ നിന്നും സുബ്രഹ്മണ്യൻ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ, അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ ഈ ചൈതന്യത്തെ ഇവിടെ നമ്മൾ പിന്നെ മോഹിനിയും ശിവനും ചേർന്നിട്ട് എന്ന് പറയും. പക്ഷേ ഈ മോഹിനിയും അല്ലെങ്കിൽ വൈഷ്ണവ ചൈതന്യവും ശൈവ ചൈതന്യവും ചേർന്ന് ശാസ്താവ് ഉണ്ടായി എന്ന് പറയും. ഇതിലേതാ പ്രധാനം ശൈവ ചൈതന്യമാണ്. കാരണം ഒരു സ്ത്രീക്കും പുരുഷനും ചേർന്ന് കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി ആദ്യം ജനിക്കുന്നത് പുരുഷനിൽ നിന്നാണ്. പുരുഷനിൽ നിന്നും സ്ത്രീയിലെത്തി സ്ത്രീയാണ് പിന്നീട് ഗർഭം വഹിക്കുന്നത്. പക്ഷേ പുരുഷനിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗോത്രം ഏതാണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ഗോത്രം പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്ന് വളരെ ചുരുങ്ങി ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കാലത്തും ഒരേ ഗോത്രത്തിൽ പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കില്ല. ഒന്നാമത്തെ കാര്യം. അതെന്തുകൊണ്ടാണ്? ഒരേ ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരേ മുനി പരമ്പരയിൽ ജനിച്ചവർ എന്നാണ് അർത്ഥം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഈ ബന്ധുക്കൾ തമ്മിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ ക്രോസിങ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ വികലാംഗരാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർക്ക് പണ്ടേ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞത് പെൺകുട്ടിയുടെ 7 തലമുറ മുകളിലേക്കും ആൺകുട്ടിയുടെ 4 തലമുറ മുകളിലേക്കുമുള്ള ബന്ധുക്കൾ തമ്മിൽ വിവാഹം പാടില്ല. തിരിച്ചാണെന്ന് ഓർമ്മയില്ല കേട്ടോ, റാൻഡമായിട്ട് പറഞ്ഞതാണ്. അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓരോരുത്തരും ഏത് കുലപരമ്പരയിൽ ഏത് മുനിയുടെ ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് ഓർത്തു വെച്ചു. അപ്പൊ കുടുംബത്തിൽ ഏത് ചടങ്ങ് വന്നാലും എന്ത് ചെയ്യും? ആദ്യം ഈ ഗോത്രം പറയും. അപ്പൊ എല്ലാ കുട്ടികൾക്കും തലമുറയ്ക്കെല്ലാം ഗോത്രം അറിയാം. അപ്പൊ ഞാൻ ജനിച്ചത് ഗർഗഗോത്രത്തിലാണ്. വിവാഹം കഴിച്ചപ്പോൾ എന്നെ ശ്രീവത്സ ഗോത്രത്തിലേക്ക് മാറ്റി. കാരണം എന്താ? ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി പുരുഷന്റെ ഗോത്രത്തിൽ വേണം. ഇന്ന് ഈ ഫെമിനിസം കൂടിയിട്ട് ആളുകളൊക്കെ ചോദിക്കും, അതെന്തിനാ എൻ്റെ ഗോത്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയ എന്തോ കുഴപ്പം? അതിന് അദ്ദേഹം എൻ്റെ കഴുത്തിൽ എന്തിനാ താലി കെട്ടുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ എന്താ കുഴപ്പം? എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീശ്വരന്മാർ ഇതൊന്നും കാണാതെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്ര എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഏത് ചൈതന്യമാണ്? ശൈവ ചൈതന്യത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശാസ്താവിന് പ്രത്യേകമായിട്ടുള്ള ഒരു യന്ത്രം, മന്ത്രം ഇതൊക്കെയുണ്ട്. മന്ത്രമഹോദതിയിൽ ശാസ്താവിന്റെ ഗായത്രിയുമെല്ലാം പറയുന്നുണ്ട്. ശാസ്താവിന്റെ വാഹനം എന്താണ്? ഓം ഭൂതനാഥായ വിദ്മഹേ, ഞാൻ ഗായത്രി മന്ത്രം ചൊല്ലാൻ മറന്നുപോയി. മഹാദേവായ ധീമഹി തന്ന ശാസ്ത്ര പ്രചോദയ. ഒന്നുകൂടി പറയാം. ഭൂതനാഥായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്ന ശാസ്ത്ര പ്രചോദയ. മന്ത്രമഹോദതിയിൽ പറയുന്നുണ്ട്. ശാസ്താവിൻ്റെ വാഹനം എന്നുള്ളത്
കുതിരയാണ്. അപ്പൊ ആ എല്ലാ മന്ത്രവും അഭിധാനവും എല്ലാം കൊടുത്തു, ഒരു സ്ഥാനമൊക്കെ കൊടുത്തു വെച്ചു. ഇനി മഹാദേവന്റെ മറ്റു കുട്ടികൾ ആരൊക്കെയാ? ഒന്ന് ഗണപതി. ഗണപതിക്ക് എന്താ സ്ഥാനം കൊടുത്തത്? ഗണപതി പണ്ഡിതന്മാരുടെ നാഥനാണ്. അപ്പൊ ഇവിടെയോ ഭൂതങ്ങളുടെ നാഥൻ. ഭൂതം എന്ന് പറയുമ്പോൾ മഹാദേവന്റെ ഭൂതഗണമാണെന്ന് വിചാരിക്കരുത്. ഭൂതം എന്ന് പറഞ്ഞാൽ ജനിച്ചവ എന്നാണ് അർത്ഥം. അപ്പൊ എല്ലാ ഭൂതങ്ങളുടെയും നാഥനായിട്ട് ഒരു പൊസിഷൻ, ഡെസിഗ്നേഷൻ, ഓഫീസിലൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് സ്ഥാനം കൊടുക്കില്ലേ? കൊടുത്തു. ഗണപതി ഭഗവാനോ? ഗണപതി ഭഗവാന്റെ പത്നിമാരുടെ പേരെന്താണ്? സിദ്ധി, ബുദ്ധി. അതായത് പണ്ഡിതന്മാരുടെ, ബുദ്ധിയുള്ളവരുടെ, ബുദ്ധിമാന്മാരുടെ, അറിവ് സമ്പാദിക്കുന്നവരുടെ നാഥനായിട്ട്, ഗണങ്ങളുടെ നാഥനായിട്ട് ആരെ വെച്ചു? ഗണപതി ഭഗവാനെ വെച്ചു. മുരുകനെയോ? സൈന്യത്തിന്റെ നാഥനായിട്ട്, സേനയുടെ നാഥനായിട്ട്. അപ്പൊ നമ്മുടെ ഭാരതത്തിൽ സൈന്യത്തിന്റെ നാഥൻ ആരാണ് ശരിക്കും? മുരുക ഭഗവാനാണ് അല്ലെ? മുരുക ഭഗവാനെ സേനയുടെ നാഥനായിട്ട് വെച്ചു. ഇതാണ് ശാസ്ത സങ്കല്പം. ശാസ്ത എന്ന് പറയുന്ന ചൈതന്യം. ഈ ശാസ്ത ചൈതന്യത്തെ പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ചു. ഇത് വീണ്ടും പറയുന്നു, ഹൃദയയുഗത്തിലുള്ള ചൈതന്യമാണ്. നമ്മളുടെ ആരാധന എല്ലാ കാലവും വരുന്നുണ്ട്. നമ്മൾ ത്രേതായുഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ക്ഷേത്രങ്ങളെ പറ്റി പരാമർശമുണ്ട്. സീതാദേവി മണ്ണുകൊണ്ട് വിഗ്രഹം പിടിച്ചു, വിഗ്രഹ പൂജയും അന്നുണ്ട്. ഇനി ദ്വാപരയുഗത്തിലേക്ക് വന്നാലോ, രുക്മിണി ക്ഷേത്രത്തില് ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ക്ഷേത്ര ദർശനം, ഈ വിഗ്രഹ ആരാധന, ഇതെല്ലാം പണ്ടേ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പരശുരാമസ്വാമി കേരളത്തില് ഈ ശാസ്താവിന്റെ ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. അപ്പോ നമ്മൾ സാധാരണ ചിലർ പറയും പരശുരാമസ്വാമിയാണ് കേരളം സൃഷ്ടിച്ചതെന്ന്. ഒരിക്കലും പരശുരാമസ്വാമി അല്ല കേരളം സൃഷ്ടിച്ചത്. കേരളം പണ്ടേ ഉണ്ട്. പുരാണങ്ങളിലെല്ലാം കേരളത്തെ പറ്റി പരാമർശമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തിന്റെ ചരിത്രം നോക്കുക. ചരിത്രം നോക്കണമെങ്കിൽ നമ്മൾ ഏത് പുസ്തകം എടുത്ത് നോക്കൂ? അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ഏറ്റവും പഴയ പുസ്തകം എടുത്ത് നോക്കണം. ആദ്യ കാവ്യം ഏതാണ്? രാമായണം അല്ലേ? അതിലും പഴകിയ പുസ്തകങ്ങളൊന്നും കാലഘട്ടം കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഈ ആദ്യ കാവ്യത്തില്, വാൽമീകി രാമായണത്തില് കേരളത്തെ പറ്റി പരാമർശമുണ്ട്. കേരളം എന്ന് തന്നെയാണ് പേര്. എവിടെയാണെന്ന് വെച്ചാൽ സുഗ്രീവൻ വാനരന്മാരെ സീതയെ അന്വേഷിക്കാനായിട്ട് വിടുന്നുണ്ട്. അതിലെല്ലാ ദിക്കിന്റെ പേരുകളും പറയുന്നുണ്ട്. കിഷ്കിന്ധാകാണ്ഡത്തില് അതിൽ കൃത്യമായിട്ട് കേരള ദേശം എന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പിനെ കൃത്യമായിട്ട് കേരളത്തിലേക്കാണ് വിട്ടത്. അപ്പൊ വാൽമീകി രാമായണം കഴിഞ്ഞു. ഇനി മഹാഭാരതത്തിലേക്ക് വന്നാലോ, പല സ്ഥലങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിലാണ് മഹാഭാരതത്തില് പരാമർശം എന്നറിയാമോ? മഹാഭാരതത്തില് ഭീഷ്മരും വിദൂരരും തമ്മിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ജനപഥങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്തുമ്പോൾ സഹദേവനെയാണ് കേരളത്തിലേക്ക് കപ്പം മേടിക്കാനായിട്ട് അയക്കുന്നത്. ഈ സമയത്ത് എല്ലാ രാജ്യത്തെ രാജാക്കന്മാരും വളരെയധികം കാഴ്ച വസ്തുക്കള് യുധിഷ്ഠിരന് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇതിലങ്ങ് കുശുമ്പ് മൂത്ത ദുര്യോധനൻ വളരെയധികം കുശുമ്പ് കുത്തുകയും അച്ഛനോട് പോയി പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. ആ പരാതി പറയുന്നുണ്ട് കേരളത്തിലെ രാജാവ് ഹരിചന്ദനം മുതലായ വസ്തുക്കളൊക്കെയാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതായത് അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വസ്തുക്കളാണെന്ന് പറയുക. അതുപോലെ കർണൻ രാജസൂയയാഗം നടത്തിയപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയതായിട്ട് പറയുന്നുണ്ട്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ കേരളത്തിലെ രാജാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് യുധിഷ്ഠിരന്റെ പക്ഷത്തിലായിരുന്നു അല്ലെ? കൗരവന്മാരുടെ പക്ഷത്തിലെങ്ങാനും ആണെങ്കിൽ ഇന്ന് നമുക്ക് നാണക്കേടായി പോയത്. എന്താണെങ്കിലും പാണ്ഡവരുടെ പക്ഷത്തിൽ നിന്ന് ആണ് കേരളത്തിലെ രാജാക്കന്മാർ യുദ്ധം ചെയ്തത്. ഇങ്ങനെ ധാരാളം പരാമർശങ്ങൾ. അതുപോലെ ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയപ്പോൾ 2 പേര് സ്ഥലം വിട്ടു, തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ബലരാമസ്വാമി, 2 വിദുരൻ. ബലരാമസ്വാമി ദുര്യോധനനും ഭീമനന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് 2 പേരും ആരെങ്കിലും ഒരാൾ ഇല്ലാതെയാവും. എനിക്ക് കാണാൻ പറ്റില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ വോയിസ്? യെസ്. അപ്പൊ ബലരാമസ്വാമി എന്ത് ചെയ്തു? എനിക്കിതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. വിദുരരെ അപമാനിച്ച് ദുര്യോധനൻ പറഞ്ഞു വിട്ടതാണ്. ഈ ബലരാമസ്വാമി ഈ
യുദ്ധകാലത്ത് സഞ്ചരിച്ച സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ രുക്മിണി സ്വയംവരം പറയുന്ന സ്ഥലത്തും കേരളത്തെ പറ്റി പരാമർശമുണ്ട്. പിന്നെ കാളിദാസന്റെ രഘുവംശത്തില് കേരളത്തിലെ സ്ത്രീകളെ പറ്റി പരാമർശമുണ്ട്. അപ്പോൾ കേരളം പണ്ടേ ഉണ്ട്. എന്നിട്ട് കേരളത്തിൽ എന്ത് സംഭവിച്ചു? കേരളം കടലെടുത്തു പോയി. ഈ കടലെടുത്ത് പോകാൻ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണോ? പാവയ്ക്ക പോലെ ഇങ്ങനെ വെള്ളത്തിലേക്കല്ലേ താഴ്ന്നു കിടക്കുന്നത്. ഇത് വെള്ളം എടുത്തു പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി വെള്ളം എടുത്ത് പോകുമെന്ന് സംശയം തോന്നിയാൽ ധനുഷ്കോടിയിൽ പോയാൽ മതി, അല്ലേ? ആ ധനുഷ്കോടിയിൽ പോയാൽ നമ്മൾ എന്താ കാണുക? ധനുഷ്കോടിയിലൂടെ നമ്മൾ പോകുമ്പോൾ ആ തിരമാലകൾക്കിടയിൽ, ശക്തിയേറെ തിരമാലക്കിടയിൽ, തിരമാല താഴുമ്പോൾ ആ റെയിൽവേ ട്രാക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ കൂടെ വന്ന ഗൈഡൊക്കെ കാണിച്ചു തരും. പണ്ട് ട്രെയിൻ അതുകൂടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ വികസിതമായിട്ടുള്ള ഒരു ജനത അവിടെ ജീവിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മുഴുവൻ കടലെടുത്തു പോയി. അപ്പൊ കേരളവും ഇതുപോലെ കടലെടുത്ത് പോയി. പിന്നീട് എന്ത് ചെയ്തു? പരശുരാമസ്വാമിയാണ് ഇത് വീണ്ടെടുത്തത്. അപ്പൊ ഭഗവാൻ പരശുരാമ അവതാരം എന്താണ് ചെയ്തത്? കേരളത്തിനെ വീണ്ടെടുത്താണ്. അതുകൊണ്ട് നമ്മൾ വളരെ പൗരാണിക ചരിത്രമൊന്നും ഇല്ലാത്തവരാണ് എന്ന് ചിന്തിക്കരുത്. വളരെ പഴക്കമുള്ള, പുരാണത്തിൽ പോലും പരാമർശിച്ചിരിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു ദേശമാണ് കേരളം. ഭഗവാൻ എന്ത് ചെയ്തു? ഈ കേരളം ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോകുന്നില്ലേ? അതുകൊണ്ട് കേരളത്തിനെ സംരക്ഷിക്കുന്നതിനായിട്ട് മലമുകളിൽ 12 ശാസ്താക്ഷേത്രങ്ങളും സമുദ്രതീരത്ത് 12 ദേവീക്ഷേത്രങ്ങളും സ്ഥാപിച്ചു. ഇതെന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? കാശി ഖണ്ഡ പുരാണം നോക്കിയാൽ, ഈ ഖണ്ഡം എന്ന് പറഞ്ഞാലേ ഓർത്തോണം പുരാണമാണ്. ഇപ്പൊ മഹാഭാരത അധ്യായങ്ങളുടെ പേരെങ്ങനെ? പർവ്വന്നാണ്. രാമായണത്തിലാണെങ്കിൽ ഓരോ ഫോൾഡറായിട്ട് പറയുമ്പോൾ കാണ്ഡം എന്ന് പറയും. ഖണ്ഡത്ത് കേട്ടാൽ പുരാണാണെന്ന് വിചാരിച്ചോണം. അപ്പോൾ ഓരോ പുരാണങ്ങൾ അതിനകത്ത് സബ് ഇങ്ങനെ പോകും. കാശി ഖണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്, കാശിയിൽ ഏകദേശം 460 പരം ക്ഷേത്രങ്ങളുണ്ട്. ആ കാശി പട്ടണത്തിനകത്ത് 460 പരം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണയ്ക്കായിട്ട് 64 യോഗിനി ക്ഷേത്രങ്ങളും 8 ഭൈരവ ക്ഷേത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ബോർഡറിലായിട്ടാണ് ഈ ഭൈരവ ക്ഷേത്രങ്ങൾ. ഭൈരവ ഭാവം എന്ന് പറഞ്ഞാൽ 64ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8 ഭാവങ്ങളാണ്. നായയാണ് വാഹനം. ഈ 8 ഭൈരവ ക്ഷേത്രങ്ങളും 64 യോഗിനി ക്ഷേത്രങ്ങൾ. കാശി പട്ടണം എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ തൃശൂലത്തിന് മുകളിൽ നിൽക്കുന്നതാണ് ഭൂമിശാസ്ത്രപരമായിട്ട് പറയുന്നത്. ഇതിനെ സംരക്ഷിക്കുന്നതിനായിട്ട്, അതായത് ഒരു മാന്ത്രിക കവചം എന്ന് പറയത്തില്ല, എനർജി പോയിന്റ് എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാശി പട്ടണത്തെ ഈ 8 ഭൈരവ ക്ഷേത്രങ്ങളും 64 യോഗിനി ക്ഷേത്രങ്ങളുമാണ് സംരക്ഷിക്കുന്നതെന്ന് പറയാം. ഇത് പണ്ടേയുള്ള രീതിയാണ്. പരശുരാമ ഭഗവാൻ എന്ത് ചെയ്തു? കേരളത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് മലമുകളിൽ എത്രയെണ്ണം? 12 ശാസ്താക്കറ ശാസ്താ സങ്കല്പം അന്നേ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ 12 ശാസ്താ ക്ഷേത്രങ്ങളും ഈ സമുദ്ര തീരത്ത് 12 ദേവീ ക്ഷേത്രങ്ങളും നിർമ്മിച്ചു. അതില് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ശാസ്താ ക്ഷേത്രങ്ങൾ ഒരു 4-5 എണ്ണമാണ്. അപ്പൊ അതില് നമ്മള് കുളത്തൂർ പുഴ, അര്യങ്കാവ്, അച്ഛൻകോവിൽ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതില് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നതിൽ ഒന്നാമത്തേതാണ് കുളത്തൂർ പുഴ. കുളത്തൂർ പുഴയുടെ ശരിക്കും പേര് കുളന്തൈ പുഴ എന്നായിരുന്നു. കുളന്തൈ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു നദീ തീരത്ത് ഒരിക്കലും പരശുരാമസ്വാമി തപസ് ചെയ്യായിരുന്നു. പരശുരാമസ്വാമിയുടെ ഉള്ളിലേക്ക് 1 വയസ്സിലും താഴെയുള്ള ഒരു കുട്ടിയുടെ രൂപത്തിൽ ഒരു ചൈതന്യം പ്രകാശിക്കാൻ തുടങ്ങി. അപ്പൊ അത് ശാസ്താ ചൈതന്യമാണെന്ന് പരശുരാമന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ഉള്ളിൽ വികസിതമായ ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു. ഇതൊക്കെ എങ്ങനെയാന്ന് തോന്നും? ചൈതന്യം എന്ന് പറഞ്ഞാൽ ഊർജം എന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ? എന്ത് ചെയ്താൽ മതി? ഒന്നും തൊട്ടാൽ പോലും ട്രാൻസ്ഫർ ആവും. പനി വരുന്നവരെ തുടരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചൂട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ടല്ലേ. ഒരു ഐസ് കെട്ട, ഒരു ചൂടുള്ള ഇരുമ്പ് കെട്ടയും വെച്ചാൽ എന്ത് ചെയ്യും? ഐസ് കെട്ടയ്ക്ക് ചൂടാകാൻ തുടങ്ങും, ഇരുമ്പ് കെട്ട
തണുക്കാൻ തുടങ്ങും. സ്പർശത്തിലൂടെ പോലും ഊർജം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്തു? ഇദ്ദേഹം തൻ്റെ തപശക്തി ആ കിട്ടിയ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ ദർശിച്ച ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലേക്കാക്കി പ്രതിഷ്ഠിച്ചു. അതായത് ഭാവങ്ങൾ നോക്കിയാൽ ശാസ്താവിൻ്റെ ഒരു ശിശുഭാവമാണ് ഈ കുളത്തൂർ പുഴയിൽ ഉള്ളത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം വന്നു. പ്രളയമല്ല കേട്ടോ. നമ്മുടെ ചിദാനന്ദപുരം സ്വാമിജിയൊക്കെ പറയും, നമ്മുടെ ഇവിടെ വന്നപ്പോൾ നമ്മൾ പറയുന്ന പ്രളയമാണ്. പ്രളയമൊന്നും നമ്മൾ കണ്ടിട്ടേ ഇത് വെള്ളപ്പൊക്കം എന്നാ പറയുക. പ്രളയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും ജീവിച്ചിരിക്കില്ല. നമ്മുടെ ഇതിൽ പുരാണങ്ങളിലൊക്കെ ഉണ്ടല്ലോ, യുഗാവസാനം പ്രളയം വരുന്നു. ഇപ്പൊ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ ക്ഷേത്രത്തിന് കേടുപറ്റി. അതോടൊപ്പം ഈ വിഗ്രഹം കാണാതെ ഒഴുകിപ്പോയി. കുറെ കാലം കഴിഞ്ഞ് ഈ ദേശം കൊല്ലം ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ സ്ഥലമെല്ലാം കൊട്ടാരക്കര തമ്പുരാന്റെ അധീനതയിലായി. ആ സമയത്ത് കൊക്കളത്ത് തിരുമേനിമാർ അവരിങ്ങനെ തീർത്ഥയാത്രയ്ക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. അവരിവിടെ വന്നപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പാചകം ചെയ്തേ കഴിക്കും. അപ്പൊ കൊട്ടാരക്കര തമ്പുരാനോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ റൂട്ടിൽ വരും, അപ്പൊ വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. അപ്പൊ ഒരു സേനാപതിയെ വിട്ട് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ, പച്ചക്കറി സാധനങ്ങൾ, അടുപ്പ് കൂട്ടാന് വിറക് ഇതെല്ലാം വെച്ചു. ഇവര് അടുപ്പ് കൂട്ടി 3 കല്ലാണ് വെച്ചത്. ഈ 3 കല്ലിൽ എത്ര വെച്ചാലും ഒരു കല്ല് വലുതായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്തു? ഒരു കല്ല് വലുതാണെങ്കിൽ കുറച്ച് കുഴിച്ചിട്ടാൽ പോലെ. കുഴിച്ചിട്ടാലും ഇത് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇത് പൊട്ടിച്ചു എന്നാണ് പറയുക. പൊട്ടിച്ചപ്പോഴേക്കും അതിൽ നിന്നും ചോര വരാൻ തുടങ്ങി. അപ്പോൾ കൊക്കളത്ത് തിരുമേനിമാർക്ക് മനസ്സിലായി ഇത് പരശുരാമ സ്വാമിയുടെ ആ ചൈതന്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമാണെന്ന് മനസ്സിലായി. 8 കഷ്ണങ്ങളായിട്ടാണ് ഇത് പൊട്ടിയത്. ഇന്നും ഇത് ഈ 8 കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒരു മുഖപ്പിൽ വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പരശുരാമ സ്വാമി ആവാഹിച്ച ചൈതന്യം ആയതുകൊണ്ട് ഇതിന് പകരം ഒരു വിഗ്രഹം സ്ഥാപിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇന്നും കുളത്തൂർ പുഴയിൽ പോയാൽ ഈ 8 കഷ്ണങ്ങളും കൂടെ ചേർത്ത് വെച്ച് ഒരു മുഖപ്പിലാണ് വെച്ചിരിക്കുന്നത്. 3 വിഗ്രഹമുണ്ട്. ഒന്ന് അലങ്കാര വിഗ്രഹം, ശിവേലി വിഗ്രഹം, ഒന്ന് ഈ യഥാർത്ഥ വിഗ്രഹം. അപ്പം പരശുരാമൻ ശാസ്താ ചൈതന്യം കേരളത്തിലേക്ക് വന്ന ചരിതമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ കുളത്തൂർ പുഴ. ഇതുമായിട്ട് ധാരാളം ഇനി ചരിതങ്ങളുണ്ട്. അത് മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല. താല്പര്യമുള്ളവർക്ക് ഇനി ബാക്കി നോക്കി കണ്ടുപിടിക്കാമല്ലോ. അടുത്തതാണ് ആര്യൻകാവ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആര്യൻകാവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രായമായ ഒരു യുവാവിൻ്റെയൊക്കെ ഭാവം. ഇതാണ് ആര്യൻകാവിലെ ഭഗവാന്റെ ആ രൂപം എന്ന് പറയുന്നത്. ഭഗവാൻ ഇവിടെ പത്നി സമേതനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരിക്കൽ ഇവിടെയും പരശുരാമ സ്വാമി തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ 12 ക്ഷേത്രങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. ഇവിടെയും യുവാവിൻ്റെ ഭാവത്തിൽ ഭഗവാൻ പ്രതിഷ്ഠ നടത്തി. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിന് തീ പിടിച്ചു. തീ പിടിച്ചതിന് ശേഷം ഈ വിഗ്രഹം 100 കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോയി. ഇന്നും അവിടെ ഇതാണ് പ്രശ്നം. ഇത് പരശുരാമ സ്വാമി സ്ഥാപിച്ചതായതുകൊണ്ട് ചൈതന്യം അതിലുണ്ട്. അവയെല്ലാം കൂടെ ഒരു ബോക്സിൽ ഇട്ട് വെച്ച് ഇന്ന് അതിനെയാണ് ഇന്നും ആരാധിക്കുന്നത്. അപ്പോൾ ശാസ്താവിൻ്റെ ഒരു യുവാവ് എന്നുള്ള ഒരു ഭാവമാണ് ഇത്. അടുത്തതാണ് അച്ഛൻ കോവിൽ. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അച്ഛൻ കോവിൽ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു വാനപ്രസ്ഥാശ്രമം, മറ്റേത് ഗൃഹസ്ഥാശ്രമമാണ്. അപ്പോൾ വാനപ്രസ്ഥാശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഭഗവാൻ വൈദ്യനാഥനായിട്ടാണ് കഴിയുന്നത്. ഈ ക്ഷേത്രം ഇവിടെയും പരശുരാമ സ്വാമിയാണ് പ്രതിഷ്ഠ നടത്തിയത്. പരശുരാമ സ്വാമി പ്രതിഷ്ഠ നടത്തിയതിൽ ഇന്നും അതേപോലെയുള്ള വിഗ്രഹം ഇവിടെയാണുള്ളത്. അച്ഛൻ കോവിൽ നമ്മൾ ഇന്നും പോയാൽ ഒരു കുഴപ്പവും ഇല്ലാതെ കാണാൻ പറ്റുന്നത് ഈ അച്ഛൻ കോവിലിലാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും 3 മേൽശാന്തിമാരാണ്. ഈ വിഷം ഇറക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഏത് സമയത്തും വിഷം കടിച്ച് അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ട് വിഷം ശരീരത്തിലായി ഒരാളെ കൊണ്ട് പോയാൽ ക്ഷേത്രം തുറക്കണം എന്നാണ് നിബന്ധന. കാരണം മനുഷ്യ ജീവനാണ് വില. അപ്പോൾ ഈ ഏത് സമയത്തും പോവാന്ന് പറയുമ്പോൾ ഒരു മേൽശാന്തിക്ക് പറ്റില്ല. അതുകൊണ്ട് 3 മേൽശാന്തിമാരുണ്ട്. ആ സമയത്ത് ആരാണോ അവിടെ ഉള്ളത് അദ്ദേഹം ഉടൻ തന്നെ പുറത്തുള്ള തിരി എടുത്ത് നട തുറന്ന് അകത്ത് കൊണ്ടുപോയി കത്തിച്ച് ഭഗവാന് അഭിഷേകം ചെയ്ത തീർത്ഥവും ചാർത്തിയ ചന്ദനവും ഈ വിഷം
കിണ്ടി ആൾക്ക് കൊടുക്കണം, അഭിഷേകം സേവിക്കാനായിട്ട് കൊടുക്കണം, ചന്ദനവും തൊടാൻ കൊടുക്കണം. ഏത് കൊടിയ വിഷവും മാറുന്നാണ് പറയപ്പെടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മകരജ്യോതി ഒക്കെ കാണാറുണ്ട് അല്ലെ. അടുത്തതാണ് ആ മകരജ്യോതി പൊന്നമ്പല മേട്ടില് ഉള്ളത്. അവിടെ പലരും തെറ്റിദ്ധരിക്കും, അവിടെ മറ്റേ ഫോറസ്റ്റുകാർ പൊക്കി കാണിക്കുന്നതാണ് തീയെന്നൊക്കെ. ഇവിടെ ഭഗവത് ചൈതന്യം നക്ഷത്രമാണ്, അല്ലാതെ അവിടെ തീ കാണിക്കുന്നത് അല്ല. നക്ഷത്രത്തിനെ, അതായത് താരക ബ്രഹ്മം, ഇവിടെ ശൈവ വൈഷ്ണവ ചൈതന്യം ചേർന്നപ്പോൾ അവിടെ ബ്രഹ്മത്തിനെ സൂചിപ്പിക്കുന്ന താരക ബ്രഹ്മമാണ് പിറവിയെടുത്തത്. അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ് പൊന്നമ്പലമേട്, അതാണ് ആ നക്ഷത്രം. അടുത്തതാണ് ശബരിമല. ശബരിമലയിൽ ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത്? പരശുരാമസ്വാമി പ്രതിഷ്ഠിച്ച ശാസ്ത ചൈതന്യം ആണുള്ളത്. ശബരിമലയെ പറ്റിയാണ് ഇനി മുഴുവൻ പറയാനുള്ളത്, അതുകൊണ്ട് അത്ര എവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ടുള്ള ശാസ്ത ക്ഷേത്രങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കാലം കുറേയായി. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ പറയുന്നത് സ്വാമി ശരണമയ്യപ്പ എന്ന് പറയും, അയ്യപ്പ സ്വാമി, ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ പറയും. അപ്പം അതെങ്ങനെ വന്നു? ഏത് ഈശ്വര ചൈതന്യമാണെങ്കിലും അതിന് അവതാരങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ പറയും, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. കൃത്യമായിട്ട് പറയും. അതായത് സനാതന ധർമ്മം ഇല്ലാതാകുമ്പോഴല്ല, ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ, അത് ഇല്ലാതെയൊന്നും ആവില്ല, ക്ഷയം സംഭവിക്കുമ്പോൾ അതിനെ ഉദ്ധരിക്കാനായിട്ട് കൃത്യസമയത്ത് ഭഗവാൻ അവതരിക്കും. അങ്ങനെ അവതരിച്ചതാണ് അയ്യപ്പൻ. പണ്ട് രാജാവ് വേട്ടയ്ക്കായിട്ട് പോയപ്പോൾ കാട്ടിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് ഈ ചൈതന്യം അല്ലെ, അയ്യപ്പൻ. പിന്നെ ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. മണികണ്ഠൻ എന്നുള്ള പേര് എന്തുകൊണ്ടാണ്? മണി എന്നാൽ വലിയ മണി കെട്ടി കുട്ടിയെന്നല്ല, മണി എന്നാൽ രക്തമെന്നാണ് അർത്ഥം. സ്യമന്തക മണി എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ? രക്തമാണ്. അപ്പൊ ഈ കുട്ടിയെ കിട്ടിയപ്പോൾ തന്നെ ഈ കുട്ടിയുടെ കഴുത്തില് ഒരു മാലയും അതിലൊരു രത്നവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അപ്പൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അച്ഛനായിട്ടുള്ളവൻ. ഞാൻ വരുന്ന ഏറ്റുമാനൂർ, ഞങ്ങളൊക്കെ ഏറ്റുമാനൂരപ്പൻ, വൈക്കത്തപ്പൻ, പുലിയന്നൂരപ്പൻ എന്നൊക്കെ അല്ലേ പറയുക. അപ്പോൾ നമ്മൾ അപ്പൻ, അയ്യ, തമിഴിലൊക്കെ ഇത് പറയും. അപ്പൊ ഈ ഒരു സ്ഥാനമാണ് അയ്യപ്പന് കൊടുത്തിരിക്കുന്നത്. അയ്യപ്പൻ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അവതാരം എടുത്തു. ഈ അയ്യപ്പന്റെ ചരിത്രത്തിൽ ചില സംശയങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഹിഷിയൊക്കെ എവിടുന്ന് വന്നു എന്ന് തോന്നും. അപ്പൊ പണ്ട് നമ്മളൊരു മഹിഷാസുര മർദ്ദിനി സ്തോത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറേ കാലം മുമ്പല്ലേ. അയ്യപ്പൻ ഇപ്പോഴല്ലേ അവതാരം എടുത്തിരിക്കുന്നത്. അപ്പൊ ആ മഹിഷി ഇത്രയും കാലം ജീവിച്ചിരുന്നു എന്നൊക്കെ തോന്നും. ഇതെന്താന്ന് വെച്ചാൽ അത് വേറെ മഹിഷം, ഇത് വേറെ മഹിഷം. ഓർക്കുന്നതാണല്ലോ അർത്ഥമുള്ളത്. അത് പേര് കൊണ്ടും അർത്ഥം കൊണ്ടും ഏകദേശം ഒരുപോലെ വരുന്നു എന്നേ ഉള്ളൂ. ഇനി ശബരിമലയ്ക്ക് അയ്യപ്പ സ്വാമിയുടെ സാന്നിധ്യം പ്രാധാന്യം വന്നതിൻ്റെ കാരണം, അയ്യപ്പ സ്വാമി തൻ്റെ അവതാര ദൗത്യമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ ചൈതന്യത്തെ ഈ ശാസ്ത വിഗ്രഹത്തിലേക്കാണ് ലയിപ്പിച്ചത്. അതുകൊണ്ട് മറ്റേത് ശാസ്ത്ര ക്ഷേത്രങ്ങളെക്കാളും ശബരിമലയ്ക്കുള്ള പ്രത്യേകത, ശബരിമല അയ്യപ്പ സ്വാമിയുടെ സമാധിസ്ഥനായ സ്ഥലമാണ്. ഇത് വേറെ ഒരു സ്ഥലത്തിനുമില്ല. അയ്യപ്പ സ്വാമി സമാധിസ്ഥനായ സ്ഥലമാണ് ശബരിമല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ അയ്യപ്പ സ്വാമിയുടെ പ്രത്യേകത എന്താണ്? അയ്യപ്പ സ്വാമി വളരെയധികം യോഗശക്തിയോടുകൂടി അല്ലെ, ആ തപശക്തിയോടുകൂടി തപസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ശാസ്താവും അയ്യപ്പ സ്വാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം നമ്മൾ ദശാവതാരം പറയും. അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ബാക്കിയെല്ലാം എന്ന് പറയും. അതിൽ രൂപവ്യത്യാസം ഇല്ലേ? മഹാവിഷ്ണുവിൻ്റെ രൂപവും മത്സ്യത്തിൻ്റെ രൂപവും മത്സ്യാവതാരത്തിൻ്റെ രൂപവും തമ്മിൽ വ്യത്യാസമില്ലേ? അതുപോലെ തന്നെ കൂർമ്മ അവതാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ശാസ്താവിൻ്റെ രൂപവും അയ്യപ്പ സ്വാമിയുടെ രൂപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൃത്യമായിട്ട് അതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആ രൂപം നോക്കിയാൽ അറിയാം.
മുകള് തൊട്ട് തുടങ്ങാം. ശാസ്ത എന്നാൽ ഭരിക്കുന്നവനാണ്, രാജാവാണ് അവിടെ. അപ്പൊ രാജാവായതുകൊണ്ട് തന്നെ ശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ തലമുടി മുകളില് കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും. മാത്രമല്ല കിരീടം വെച്ചിട്ടുണ്ടായിരിക്കും. രാജാവാണ്. അപ്പുറത്തോ യോഗിയാണ്. അയ്യപ്പ സ്വാമിയുടെ എങ്ങനെയായിരിക്കും? യോഗിയെ പോലെ തല കെട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ അപ്പോൾ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുഖത്തേക്ക് വന്നാലോ, ശാസ്താവ് ശൈവ ചൈതന്യമായതുകൊണ്ട് 3 കണ്ണുകളുണ്ട്. മഹാദേവന്റെ പോലെ തന്നെ തൃക്കണ്ണുകൾ ഉണ്ട്. അയ്യപ്പ സ്വാമിക്കുള്ളത് കുറിയാണ്. ഗോപിക്കുറി പോലെ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി കണ്ണെങ്ങനെയാണ്? രാജാവ് കണ്ണടച്ചാണോ ഇരിക്കേണ്ടത്? രാജാവ് കണ്ണ് തുറന്ന് ഇന്ദ്രിയങ്ങളും എല്ലാം തുറന്നിരിക്കണം. ചുറ്റും നടക്കുന്ന എല്ലാം അറിയേണ്ടയാണ്. അതുകൊണ്ട് ശാസ്താവിന്റെ വിഗ്രഹത്തിലെ കണ്ണുകൾ എല്ലായ്പ്പോഴും വളരെയധികം തുറന്നിരിക്കും. അയ്യപ്പ സ്വാമിയുടെ കണ്ണുകളോ യോഗഭാവത്തിലായിരിക്കും. ഒന്നുകിൽ പകുതി അടഞ്ഞ് മിഴികൾ മേൽപോട്ടായതായിരിക്കും. ചിത്രത്തിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അല്ലാതെ വരയ്ക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള ആ ഒരു രൂപത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇനി നിറം എങ്ങനെയാണെന്ന് വെച്ചാൽ അയ്യപ്പ സ്വാമിയുടെ നല്ല വെളുത്ത സ്വർണത്തിന്റെ നിറമാണെന്നാണ് പറയുന്നത്. ശാസ്താവിന്റെ പറയുന്ന നീലമേഘം എന്നൊക്കെ പലതരത്തിൽ കർപ്പൂരവർണ്ണൻ എന്നൊക്കെ പറയുന്നുണ്ട്. വെളുത്ത നിറം, ഇതെല്ലാം ശാസ്താവിന്റെ വർണ്ണത്തിന് പറയുന്നുണ്ട്. ഇനി കയ്യിൽ എന്താണുള്ളത്? കയ്യിൽ അയ്യപ്പ സ്വാമി ചിന്മുദ്രയാണ് പിടിച്ചിരിക്കുന്നത്. മുദ്ര എന്താണ്? ഈശ്വര തത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ചിന്മുദ്ര ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പുറത്ത് ശാസ്താവോ അമ്മുവിലൊക്കെ ലഭിച്ചിരിക്കുന്നത്. ശാസ്താവിൻ്റെ കയ്യിലും അതിൽ രാജാവിൻ്റെതായിട്ടുള്ള ആയുധങ്ങളാണ് ഉള്ളത്. ഇനി ഇരിക്കുന്നതോ? ഇരിക്കുന്ന രൂപം നോക്കിയാൽ അറിയാം. ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ ഇടത് കാല് മടക്കി വെച്ചിട്ട് വലത് കാല് താഴേക്ക് ഇട്ടിട്ടായിരിക്കും ഇരിക്കുക. ഇത് ഭൗതിക ഭാവത്തെ ലൗകിക ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഗ്രഹങ്ങൾ പലതുണ്ട്. നിൽക്കുന്നവയുണ്ട്, കിടക്കുന്നവയുണ്ട്, ഇരിക്കുന്നവയുണ്ട് അല്ലേ? അപ്പം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ കിടക്കുന്നവയാണ് കൂടുതലും. ഏതാണ്? നിൽക്കുന്ന വിഗ്രഹങ്ങളാണ് കൂടുതൽ. ഇരിക്കുന്ന വിഗ്രഹങ്ങളുമുണ്ട്. ശാസ്താവിൻ്റെ വിഗ്രഹം എങ്ങനെയായിരിക്കും? ശാസ്താവ് പൂർണ്ണ പുഷ്കല സമേതനായിട്ട് ചിലയിടത്ത് പുത്രനായിട്ടുള്ള സത്യകനോട് കൂടിയിട്ടാണ് പ്രതിഷ്ഠകൾ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇടത് തൊട മടക്കി വെച്ചിരിക്കും, കാല് വലത് കാല് താഴേക്ക് ഇട്ടിരിക്കും. ഈ ഇടത് തൊട മടക്കി വെക്കുന്നതിൻ്റെ അർത്ഥം ഇത് പത്നിക്കിരിക്കാനുള്ള സ്ഥലമാണ് എന്നാണ്. ഇനി വലത് തൊടയും മടക്കി വെച്ചിട്ടുണ്ടെങ്കിലോ കാലും, അത് കുട്ടികൾക്കുള്ള സ്ഥലമാണ്. ഇത് പ്രത്യേകമായിട്ടും ആചരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ദമ്പതികൾ എവിടെയെങ്കിലും നമസ്കരിക്കുമ്പോൾ, ആരെയെങ്കിലും നമസ്കരിക്കുമ്പോൾ പറയും, ഒരിക്കലും ഭർത്താവും ഭാര്യയും നിന്നിട്ട് കുട്ടികളെ നടുവിൽ നിർത്തി നമസ്കരിക്കാൻ പാടില്ല. നമസ്കാരത്തിലൊക്കെ ശാസ്ത്രമുണ്ട്. എപ്പോഴും എന്ത് വേണം? ഭർത്താവും ഭാര്യയും ഒന്നിച്ച് നിൽക്കണം. എന്നിട്ട് കുട്ടികളെ വേണമെങ്കിൽ വശങ്ങളിൽ നിർത്താം. കാരണം ഇത് അർദ്ധനാരീശ്വരനാണ് അല്ലേ? അവരെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ. ഇപ്പൊ ശാസ്താവിൻ്റെ വലത് തുട അല്ലെങ്കിൽ ഏത് ദൈവത്തിൻ്റെ ആണെങ്കിലും വലത് തുട മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്കുള്ള ഭാവമാണ്. ഇടത്തെ തുടയാണെങ്കിൽ പത്നിക്കുള്ളതാണ്. അയ്യപ്പസ്വാമി എങ്ങനെയായിരിക്കുന്നത്? അയ്യപ്പസ്വാമി 2 തുടകളും പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. പകുതി ഇങ്ങനെ അല്ലെ? ഇങ്ങനത്തെ ആംഗിളാണ്. പത്നിക്കും കൊടുത്തിട്ടില്ല, പുത്രനും കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? യോഗി ഭാവം ആണ്. ഇനി ഇരിക്കുന്ന എങ്ങനെയാണ്? ശാസ്താവ് ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. സിംഹാസനം എന്ന് പറഞ്ഞാൽ രാജാവല്ലേ? പൃഷ്ഠം അമർന്നിട്ടാണ് ഇരിക്കുന്നത്. പൃഷ്ഠം അമർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ടിരിക്കുന്ന ഭാവമാണ്. അയ്യപ്പസ്വാമി എങ്ങനെ ഇരിക്കുന്നത്? പീഠത്തിലിരുന്നിട്ട് കാല് കുത്തി വെച്ചുകൊണ്ടല്ലേ? അങ്ങനെയൊന്നും ഇരിക്കണമെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് കാല് വഴുതി പോകാതിരിക്കാൻ യോഗ പട്ടം ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ യോഗത്തിലാണ്, യോഗാരൂഢനായതുകൊണ്ടാണ് അദ്ദേഹം ആ രൂപത്തിൽ തപസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ രൂപം നോക്കിക്കഴിഞ്ഞാൽ, വസ്ത്രത്തിൻ്റെ നോക്കിയാൽ അയ്യപ്പ സ്വാമിയുടെ വസ്ത്രം കറുപ്പാണ്, ശാസ്താവിൻ്റെ വിഗ്രഹം നീലയാണ്. കറുപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്?
യോഗശാസ്ത്രത്തിൽ കറുപ്പ് അനന്തതയാണ് സൂചിപ്പിക്കുന്നത്. കൃഷ്ണൻ കറുപ്പാണ്, രാമൻ കറുപ്പാണ്, അല്ലെ? ആകാശം കറുപ്പാണ്, അനന്തതയെ സൂചിപ്പിക്കുന്നതാണ് കറുപ്പ്. അതുകൊണ്ടാണ് നമ്മളോട് ശബരിമലയ്ക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, വിഗ്രഹങ്ങൾ തമ്മിൽ രൂപത്തിനും ഭാവത്തിനും ഈ വ്യത്യാസമുണ്ട്. പക്ഷേ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം ശാസ്താ വിഗ്രഹത്തിലേക്ക് ലയിച്ചതോടുകൂടി പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ അയ്യപ്പ വിഗ്രഹമായിട്ട് അതിനെ കരുതാൻ തുടങ്ങി. പക്ഷേ ശബരിമലയിൽ ഇന്നും ഏത് മൂലമന്ത്രമാണ്? ശാസ്താവിൻ്റെതാണ്. അത് നിങ്ങൾ എവിടെ നോക്കിയാലും അറിയാം. അപ്പം നമ്മൾ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക. ദശാവതാരങ്ങളിൽ ഒന്നാണല്ലോ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയാലും മഹാവിഷ്ണുവിന്റെ മൂലമന്ത്രവും ഗായത്രിയും ധ്യാന ശ്ലോകമായിരിക്കും അവിടെ ചൊല്ലുക. നരസിംഹ ക്ഷേത്രത്തിൽ പോയാലും ഒറിജിനൽ ഏതാണോ മഹാവിഷ്ണുവിന്റെ മൂലമന്ത്രവും ഗായത്രി ആയിരിക്കും. അതുപോലെ ഇന്നും ശാസ്താവിന്റെ മൂലമന്ത്രവും ഗായത്രിയൊക്കെയാണ് ചൊല്ലുന്നത്. പക്ഷേ ധ്യാന രൂപമുണ്ടല്ലോ. അതുകൊണ്ട് ധ്യാനിക്കാനായിട്ടുള്ള സ്വരൂപമുണ്ട്. അതുകൊണ്ടാണ് ശബരിമലയിലെ കൊടിമരത്തിൽ ഇന്നും കുതിരയാണ് വാഹനം. കാരണം അത് ശാസ്താവാണ്, ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ. അപ്പൊ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം അവിടെ ലയിച്ചതോടുകൂടി അത് ഒരു യോഗി ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് ശബരിമലയുടെ പ്രാധാന്യം. ഇനി ശബരിമലയിലേക്ക് എന്തുകൊണ്ട് സ്ത്രീകൾ പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ 41 ദിവസത്തെ വ്രതമെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം. ഈ വൃശ്ചികം ധനു മാസത്തിന് എന്താണ് പ്രത്യേകത, ഇതെല്ലാം ഒന്ന് നോക്കാം. നമുക്കറിയാം, വൃശ്ചിക മാസത്തിൻ്റെ 30 ദിവസവും ധനുമാസത്തിൻ്റെ 11 ദിവസവും ചെയ്യുന്നതാണ് 41. ഈ 41 അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലതും മാറിപ്പോയാൽ കുഴപ്പമുണ്ടോ? 42 43 ആയാൽ കുഴപ്പമുണ്ടോ? ഇതിന് നമ്മൾ മണ്ഡലക്കാലം എന്ന് പറയും. മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു പ്രത്യേക നിയോജക മണ്ഡലം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു ഏരിയ, അവിടെയുള്ള ആ സമയം, അതിനെ സൂചിപ്പിക്കുന്നതാണ് മണ്ഡലം. അപ്പോൾ മണ്ഡലകാലം എന്നുള്ളത് 41 ആകാൻ കാരണം ഈ ഓരോ സംഖ്യയും ഓരോ ദേവനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. 1 എന്നുള്ളത് മഹാദേവന്റെ സംഖ്യയാണ്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്, മംഗളമാണ്. മഹാദേവൻ ജനിച്ചതായിട്ട് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എവിടെയോ ഈ പടമൊക്കെ മേടിക്കുന്ന കടയിൽ പോയാൽ ഒരു കുഞ്ഞു ശിവൻ തൃശ്ശൂലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സങ്കല്പമില്ല. നമ്മൾ ഭാഗവതം സപ്താഹം നടത്തുക. എൻ്റെ ഭഗവാൻ ഈ ശ്രീകൃഷ്ണന്റെ അവതാരമൊക്കെ എന്താ കേമായിട്ട് ആഘോഷിക്കുന്നു. എവിടെയെങ്കിലും മഹാദേവന്റെ ജനനം ആഘോഷിച്ചത് കണ്ടിട്ടുണ്ടോ? മഹാദേവൻ എന്നാൽ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം, പൂർണ്ണം, ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഇച്ചിരി പാടാണ്. കാരണം എനിക്ക് ബ്രഹ്മം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ആചാര്യന്മാർ പറയുന്നത് നമ്മൾ പറയുന്നതിൽ തെറ്റില്ല. ഒരു സൃഷ്ടിയും ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉള്ളത്? എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഈ എനർജിക്ക് നമ്മൾ ആധ്യാത്മികതയിൽ പറയുന്ന പേരാണ് ബ്രഹ്മം. ഈ എനർജിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഒരു കല്ലിൽ പോലും ജീവനില്ല, എനർജി ഉണ്ട്, ചൈതന്യമുണ്ട്. ആ എനർജി ഉള്ളത് കൊണ്ടാണ് അത് ആ ആകൃതിയിൽ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ശക്തി ഉള്ളതുകൊണ്ടല്ലേ ആകൃതിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് വിട്ടുപോകും. നമ്മുടെ ഉള്ളിലെ ശക്തി പോയി കഴിഞ്ഞാൽ അതെല്ലാം വിടിച്ചു പോകും. മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ശക്തി വിട്ടുപോയിക്കൊണ്ടിരിക്കുക. എല്ലാത്തിലും, പ്രപഞ്ചത്തിന്റെ എല്ലാ വസ്തുവിലും ശക്തി നിറഞ്ഞിരിക്കുന്നു. പരമമായിട്ടുള്ള ശക്തിയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ശക്തി എല്ലാത്തിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. ആ ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. എവിടെ കിട്ടും ഈ കാഴ്ചപ്പാടൊക്കെ? അല്ലേ? സനാതന ധർമ്മത്തിന്റെ മഹത്വം ഇതാണ്. എല്ലാത്തിലും ആ പരമമായിട്ടുള്ള ബ്രഹ്മത്തിന്റെ അംശമാണ് ഒരു കല്ലിലുമുള്ളത്. അതാണ് പരമാത്മ, ജീവാത്മ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ എല്ലാ വസ്തുവിലും എല്ലാ ഘടകങ്ങളിലും ഇരിക്കുമ്പോൾ ഈ ഈശ്വരനെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ശബരിമലയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ
മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് ശബരിമലയിലെ വിഗ്രഹത്തിലുള്ള വ്യത്യാസം ഈ ഒരു രോഗഭാവത്തിലുള്ള വ്യത്യാസം. അതിലേക്ക് വരാം. ഈ 41 പറഞ്ഞുകൊണ്ടിരുന്നത്. 41 ഒന്ന് എന്നുള്ളത് അദ്വൈതത്തെ സൂചിപ്പിക്കുന്ന ഒന്ന്. കാരണം എന്താ? മഹാദേവൻ അദ്വൈതത്തെ സൂചിപ്പിക്കുന്നത് എവിടെയെങ്കിലും ശ്രീ ശിവൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? മഹാദേവനെ ശിവന്റെ പേരിനോടുകൂടി ശ്രീ ചേർക്കുന്നത് ഒരിക്കലും കേൾക്കാറില്ല. മഹാദേവന്റെ ശ്രീയുടെ കൂടെ ശിവന്റെ പേരിൽ ഒരിക്കലും ശ്രീ ചേർപ്പിക്കും. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം, മംഗളം എന്നൊക്കെയാണ്. പൂർണ്ണമായിട്ടുള്ളതിനെ പിന്നെ ഐശ്വര്യം ചേർക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ശ്രീകൃഷ്ണൻ എടുക്കും. കാരണം ഒരു ശരീരം എടുത്തത് കൊണ്ട് അവിടെ ഒരു ചെറിയ അപവിത്രത, അപരിശുദ്ധത വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്ന് ചേർക്കും. മഹാദേവൻ എന്ന് പറയുന്ന ആ രൂപത്തിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, സങ്കല്പമാണ് പറയുന്നത്. അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. മഹാദേവന്റെ സംഖ്യ ഒന്നാണ്. മഹാദേവൻ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ സംഖ്യയിലല്ലേ പ്രദക്ഷിണം വയ്ക്കുക, അല്ലേ? അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിൽ ഒന്നാമത്തേതായിട്ടുള്ള ആകാശത്തിന്റെ അതിദേവനാണ് മഹാദേവൻ. ഇനി മഹാവിഷ്ണുവോ 4 ചതുർഭുജധാരിയാണ്, ചതുർവേദ സ്വരൂപനാണ്. മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏത് മന്ത്രങ്ങൾ നോക്കിയാലും ഈ 4ന്റെയും 8ന്റെയും ഗുണിതങ്ങളാണ്. 3 നാരായണായ, 3 ഭഗവതേ വാസുദേവായ, അല്ലെ? 4 ഈ എന്താ പറയുക, പഞ്ചഭൂതങ്ങളിൽ 4ാമത്തേതിന്റെ അതിദേവനുമാണ്. ശൈവ വൈഷ്ണവ ചൈതന്യം ചേർന്നിട്ടാണല്ലോ ശാസ്താവ്. അപ്പൊ ശൈവ ചൈതന്യം എന്ന് പറഞ്ഞാൽ 1, വൈഷ്ണവ ചൈതന്യം എന്ന് പറഞ്ഞാൽ 4. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് 41 എന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ശാസ്താവിന് മണ്ഡലകാലം 41 ദിവസം എന്ന് വെച്ചിരിക്കുന്നത്. ഈ വൃശ്ചികം ധനു മാസത്തിന്റെ പ്രത്യേകത എന്താണ്? വൃശ്ചികം ധനു കഴിഞ്ഞാലുള്ള മാസം എന്താണ്? മകരമാസം. മകരമാസം എന്ന് പറഞ്ഞാൽ ഉത്തരായനം തുടങ്ങുന്ന കാലഘട്ടം. ഉത്തരായനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഡേ ടൈം തുടങ്ങുക, അല്ലെ? രാവിലെ തുടങ്ങുക. അപ്പം ദേവന്മാരുടെ ഡേ ടൈമാണ് മകരമാസം എങ്കിൽ വൃശ്ചികം ധനു എന്തായിരിക്കും? ബ്രാഹ്മമുഹൂർത്തമായിരിക്കും, അല്ലെ? ബ്രഹ്മമുഹൂർത്തമല്ല, ബ്രാഹ്മമുഹൂർത്തം. ബ്രഹ്മാവിനെ സംബന്ധിച്ചു ഏറ്റവും വളരെ പരിശുദ്ധമായിട്ടുള്ള സമയം. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇനി മാത്രമല്ല, ഈ ഭീഷ്മർ എന്തിനു വേണ്ടിയിട്ടാണ് ശരീരം ഇടാതെ കിടന്നത്? ഉത്തരായണം കാത്തല്ലേ. അപ്പൊ നമ്മൾ ഈ വൃശ്ചികം ധനു വരുമ്പോൾ കാറ്റ് പോയാലോ നമ്മുടെ പടക്കെ കൊണ്ട് തലമുടയ്ക്കുന്ന പോലെ 1 മാസം കൂടെ കഴിഞ്ഞാൽ ഉത്തരായനായനെ, അല്ലേ? അപ്പൊ എന്താണ്? അതുകൊണ്ടും ആചാര്യന്മാർ പറയും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഈശ്വരഭജനമൊക്കെ ചെയ്ത് ഭഗവത് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ വൃശ്ചികം ധനുവിൻ്റെ ഒക്കെ സിമ്പലൊക്കെ എന്താണ്? 1 തേളാണ്, അല്ലെ? 1 വില്ലും അമ്മും വില്ലും ഒക്കെയാണ്. പറയാണ് അയ്യപ്പ സ്വാമിക്ക് ഇതിലും പറ്റിയ ഒരു അനുഭവമുണ്ട്. തേള് പോലെ തേളിന്റെ പ്രത്യേകത എന്താ? വിഷം കുത്തിരിക്കുന്ന മഹാറാണി വിഷം കുത്തിരിക്കുകയല്ലേ ചെയ്തത്, അല്ലെ? ഉപചാപകങ്ങളിലൂടെ രാജാവിന്റെ ഉള്ളിലേക്ക് വിഷം കുത്തിരിക്കുക. അതിനെ ധർമ്മശാസ്താവിന്റെ അവതാരമായിട്ടുള്ള അയ്യപ്പന്റെ കയ്യിൽ നിന്നുണ്ട് അമ്പും വില്ലുണ്ട്, അല്ലെ? വൃശ്ചികം ധനു നോക്കിയാൽ അതിന്റെ സിമ്പല് ഈ അമ്പും വില്ലുമാണ്. അപ്പൊ അതിന് അമ്പും വില്ലും കൊണ്ട് നേരിട്ട് വിജയിച്ചു. അതുകൊണ്ടാണ് വൃശ്ചികം ധനുവിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇനി നമ്മൾ ഈ വ്രതമൊക്കെ എടുത്ത് നമ്മൾ ശബരിമലയിൽ പോകും. അപ്പൊ ചിലർ പറയാറുണ്ട്, ഓ ഞാൻ ഇന്നലെ മാലയിട്ടു, ഇന്ന് പോകണം, എനിക്ക് വ്രതം കൊടുക്കാൻ സമയം കിട്ടിയില്ല, പക്ഷെ ഞാൻ കൊണ്ടുപോകുന്നു, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്തോ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ വ്രതം എടുക്കുന്നതെന്നാണ് പലപ്പോഴും പലരുടെയും ചിന്ത. എന്തിനു വേണ്ടിയിട്ടാണ് ശബരിമലയിൽ വ്രതം എടുത്തു പോകുന്നത്? എന്തുകൊണ്ടാണ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളോട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്? ഇനി നാളെ പോകാൻ തീരുമാനിച്ചാൽ നിങ്ങളൊന്ന് പൊയ്ക്കോട്ടോ, ഒരു വിരോധവും ഇല്ല. അത് ആര് തീരുമാനിക്കണം? നിയമസഭ കൂട്ടിയല്ല, നമ്മളുടെ പണ്ഡിതന്മാർ തീരുമാനിക്കണം. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ശ്രുതി സ്മൃതി. സ്മൃതി എന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ആ ശാസ്ത്രത്തിൽ അറിവുള്ളവർ മാറ്റം വരുത്തണം. ആചാര്യന്മാർ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇങ്ങനൊരു നിബന്ധന വെച്ചിരുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഓരോ
വിഗ്രഹത്തിൻ്റെയും ഊർജം വ്യത്യസ്തമാണ്. ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊരു പവർ ഹൗസ് ഓഫ് എനർജിയാണ്. നമുക്ക് ഈ ശക്തി എന്നുള്ളതിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടും അതിനെ പ്രാർത്ഥിക്കാൻ രൂപമില്ലെങ്കിൽ മനുഷ്യന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. രൂപം ഉണ്ടായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ 10 മിനിറ്റ് തന്നാൽ മൊബൈൽ എടുത്ത് നോക്കാൻ തോന്നും, വല്ല മെസ്സേജ് ഒന്നും മോള് വിളിച്ചു. അതാണ് രൂപം മുന്നിൽ വന്നാൽ പോലും. ഒറിജിനൽ കൃഷ്ണൻ വന്നാൽ നമ്മൾ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ കൃഷ്ണ ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഞാൻ പൊക്കോട്ടെ എല്ലാം കഴിക്കുന്നെങ്കിൽ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒറിജിനൽ കൃഷ്ണൻ വന്നാൽ പോലും നമുക്ക് ഫോക്കസ് ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല. അപ്പം പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? അതിനാണ് രൂപം കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ശക്തിയെ വളരെ വലിയ ആചാര്യന്മാര് കലശത്തിലൂടെയും സ്പർശത്തിലൂടെയും ചൈതന്യത്തിലെ അതിലേക്ക് വെക്കും. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്യും. ഇതിൻ്റെ അടുക്ക പോയി നിന്നാൽ നമുക്ക് എന്താ കിട്ടുന്നത്? അഗ്നിപർവ്വതത്തിൻ്റെ അടുക്ക പോയാൽ എന്ത് പറ്റും? പ്രത്യേകിച്ച് വെള്ളം ചെയ്യണോ? ആ ചൂട് മുഴുവൻ നമ്മളിലേക്ക് വരുന്ന ഊർജ്ജമാണ്. ഇത്രയും വലിയ പവർ ഹൗസിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്താണ്, ഈ ഊർജം മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ ശബരിമലയില് യോഗാരൂഢനായിട്ടുള്ള ഭഗവാനാണ്. അവിടെ വളരെയധികം തപശക്തി കൂടുതലാണ്. മാത്രമല്ല എന്താണ്, ഇപ്പൊ മറ്റു ക്ഷേത്രങ്ങളിൽ അയ്യപ്പനുണ്ട്, ആ അയ്യപ്പനെ സ്ത്രീകൾ പോയി തൊഴുന്നില്ലേ? ഈ ശബരിമലയിൽ മാത്രം പോയി തൊഴരുതെന്ന് എന്താ പറയുക? ഒന്ന്, സമാധിസ്ഥനായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ പറയത്തില്ലേ ജീവൻ മുക്ത സമാധി എന്നൊക്കെ. സമാധിസ്ഥനായ സ്ഥലമായതുകൊണ്ട് ഇന്നും അവിടെ ശരിയായ ചൈതന്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നത് പോലെ അയ്യപ്പ സ്വാമി അവിടെ ഉണ്ട്. മാത്രമല്ല ശബരിമല എല്ലാ കാലവും തുറക്കാറുണ്ടോ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പണ്ടൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്സവത്തിന് അല്ലെങ്കിൽ 1-ാം തീയതി മാത്രമേ തുറക്കാറുള്ളൂ. പിന്നെ ആളുകളുടെ എണ്ണം കൂടിയപ്പോഴാണ് പിന്നെ തുറക്കാൻ തുടങ്ങിയത്. അപ്പോൾ കൂടുതൽ സമയവും ഭഗവാൻ തപസ്സിലാണ്. തപസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ശരീരത്തിൽ അത്രമാത്രം ഊർജം ഉണ്ടാകും, തപശക്തി ഉണ്ടാകും. നമ്മൾ അവിടെ പോയി തൊഴുമ്പോഴോ ഈ തപശക്തി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ലെങ്കിൽ നമുക്കിത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുരുഷന്മാരോട് 41 ദിവസത്തെ വ്രതമെടുത്ത് സിഗരറ്റ് വലിയ മദ്യപാനം ഒക്കെ നിർത്തി. കാരണം ഇതെല്ലാം ഊർജം പോകുന്ന കാര്യങ്ങളല്ലേ. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ധാരാളം ഊർജം നഷ്ടപ്പെടുന്നു. അപ്പം ഞാനിപ്പോൾ പറയും, ഒരു രാജാവിനെ കാണാൻ പോവാം. അപ്പം രാജാവിൻ്റെ അടുത്ത് രാജാവ് ചോദിച്ചു എന്താ വേണ്ടത്? ഇന്ന് ഉച്ചത്തേക്ക് തോരൻ 1/2 കിലോ അച്ചിങ്ങാപ്പയർ വേണമെന്ന് ചോദിച്ചാൽ എങ്ങനെയിരിക്കും? രാജാവിനെ കാണാൻ പോകുമ്പോൾ എന്ത് വേണം? എനിക്കൊരു വീട് പണിയാനുള്ള ഒരു 100 കിലോ സ്വർണം വേണ്ടേ ചൂടിക്കാൻ? ഇതുപോലെ അയ്യപ്പ സ്വാമി ഇത്രമാത്രം തീവ്രമായിട്ടുള്ള ചൈതന്യം നമുക്ക് തരാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ചൈതന്യം നമുക്കില്ലെങ്കിലോ നമ്മൾ കഴിഞ്ഞു പോയില്ലേ? കപ്പാസിറ്റി വേണ്ടേ? അതിനാണ് നമ്മുടെ എല്ലാ ദുർഗുണങ്ങളും മാറ്റി നമ്മൾ ധാരാളം ക്ഷേത്രങ്ങളിൽ തൊഴുതിട്ടല്ലേ അമ്പലത്തിലേക്ക് പോവുക. ശബരിമലയ്ക്ക്, ഏറ്റുമാനൂർ, വൈക്കം, ഇതൊക്കെ ഈ ക്ഷേത്ര ചൈതന്യം നോക്കിയാലും പറയും. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി പുറപ്പെടാൻ ശാന്തിയാണ്. 3 വർഷം മേൽശാന്തിമഠം ക്ഷേത്രം മേൽശാന്തിമഠം. വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. ഭാര്യ കുടുംബത്തിന് ഒന്നും കൊണ്ട് താമസിപ്പിക്കാൻ പാടില്ല. അതായത് ഈ വിഗ്രഹത്തിന് അത്രമാത്രം ചൈതന്യം ഉള്ളത് കൊണ്ട് ഈ വിഗ്രഹത്തിനെ പൂജിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന, തൊടുന്നയാൾക്കും എത്ര വേണം? അത്രയും പവർ വേണം. അല്ലെങ്കിൽ സ്പർശത്തിലൂടെ ചൈതന്യ ലോപം സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ശബരിമല അയ്യപ്പ സ്വാമിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ വ്രതമെടുത്ത് നമ്മൾ പോകുമ്പോഴെന്താണ്, നമ്മൾ അത്രമാത്രം ചൈതന്യത്തോടു കൂടി പോകും. എന്നാൽ ഈ യോഗസ്ഥനായിട്ടുള്ള ഒരു തപസ്വിയുടെ ചൈതന്യം ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണം. ഒരു യോഗിയുടെ ചൈതന്യം 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് ആർത്തവമുള്ള ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള കുട്ടികളെ പ്രസവിക്കേണ്ട ഒരു സ്ത്രീക്ക് വേണം. ഇത്രയും ചൈതന്യം ആവശ്യം ഇല്ല. മാത്രമല്ല ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്ത്രീക്ക് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ആർത്തവം വരുന്നത് കൊണ്ട് വളരെ വലിയ തോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നുണ്ട്. ഈ രക്തത്തിലൂടെ എന്താ പോകുന്നത്? പ്രാണനാണ്. ഈ സൂയിസൈഡ് എന്നല്ല ചെയ്യാൻ വെയിൻ കട്ട് ചെയ്യുമ്പം രക്തം പോയപ്പോൾ ചത്തുപോയി എന്നല്ലേ പറയുക. അതിലൂടെ എന്താ പോവുക? പ്രാണൻ, ശക്തിയാണ് പോവുക. ഇപ്പം രക്തം പോകുമ്പോൾ ശരീരത്തിൽ വളരെയധികം ഊർജം പോകും. അതുകൊണ്ടാണ് നമ്മളോട് വിശ്രമിക്കണം എന്നൊക്കെ പറയുന്നത്. അടുപ്പിലൊന്നും പോകണ്ട, കാരണം അടുപ്പിലെ ചൂട്
ഗർഭപാത്രത്തിന് തട്ടുമ്പോൾ ഗർഭപാത്രത്തിന് കേടുവരും, ക്ഷേത്രത്തിൽ പോയി നമസ്കരിക്കരുത്, നടുവ് കുനിഞ്ഞുള്ള ഒന്നും പാടില്ല. കാരണം ശരീരം ഇളതാണ്. നമ്മൾ ഈ തിരുമാൻ പോവില്ലേ, തിരുമ്മി കഴിഞ്ഞ് 8 ദിവസത്തെ സുഖചികിത്സ കഴിഞ്ഞാൽ എന്താ അവർ പറയുക? വെയിലത്തിറങ്ങരുത്, സൂര്യപ്രകാശം അടിക്കരുത്, ശരീരം ഇളതാണ് എന്ന് പറയും. അതാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം സ്ത്രീകളോട് വെയിലത്തൊന്നും ഇറങ്ങരുത് പറയുന്നത്. കാരണം ശരീരം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം ഊർജ്ജനഷ്ടം, രക്തമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ശരീരം ഇളതാണ്. അതുകൊണ്ടാണ് കട്ടിപ്പണിയൊന്നും ചെയ്യരുത്, വളരെ വിശ്രമിക്കണം, ആർത്തവ സമയത്ത് വിശ്രമിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് വളരെയധികം ഊർജ്ജം നഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇത്രമാത്രം ഊർജ്ജം നമുക്ക് ആവശ്യമില്ല. മറിച്ച് നമുക്ക് എന്ത് മതി? നമ്മുടെ വീട്ടിലെ പുരുഷന്മാര് ശബരിമലയിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ കാല് തൊട്ടൊന്ന് നമസ്കരിച്ചാൽ മതി. തൊട്ട് കഴിയുമ്പോൾ എത്ര ചൈതന്യം നമ്മളിലേക്ക് വരുമോ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഫെമിനിസത്തിന്റെ കാര്യവും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഋഷീശ്വരന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവർക്ക് സ്ത്രീകളോട് യാതൊരു വിരോധമില്ല. അവരെല്ലാ കാലവും സ്ത്രീ സുരക്ഷയാണ് ആഗ്രഹിച്ചത്. സുരക്ഷ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് കാരണം എന്താണ്? ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഏതെങ്കിലും ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. മോദിജിയാണ് വന്നിരുന്നെങ്കിലും ഇപ്പം ഇവിടെ എന്തായിരുന്നല്ലേ, നിങ്ങളുടെ ആട്ടുപുല്ല് വരെ നായെ കൊണ്ട് അവിടെ ഉള്ളവർക്ക് നക്കിച്ചു നോക്കി. ഗവർണർ വന്നാൽ പോലും എല്ലാ സാധനവും മണപ്പിച്ച് നോക്കും അല്ലേ? ഇവിടെ ഒരു കോഹിനും രക്തം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടുത്തെ സെക്യൂരിറ്റി എന്തായിരിക്കും? വില കൂടുമ്പോൾ സെക്യൂരിറ്റി കൂടുതൽ വരും, സുരക്ഷിതത്വം കൂടും. സ്ത്രീകൾ വഴിതെറ്റിയാൽ കുടുംബം വഴിതെറ്റും. കാരണം കുഞ്ഞിന് പ്രസവിക്കുന്നത് സ്ത്രീയാണ്. പുരുഷന്മാര് എത്ര ജന്മം തലയും കുത്തി നിന്നാലും സ്വാഭാവികമായിട്ടൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കില്ല. 10 മാസം വയറ്റിലിരിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ സംസ്കാരം രൂപപ്പെടുക. അതുകൊണ്ടാണ് സ്ത്രീക്ക് കൂടുതൽ സുരക്ഷിതത്വം പറഞ്ഞിരിക്കുന്നത്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ സുരക്ഷിതത്വം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശബരിമലയിൽ നമുക്ക് ആകുന്ന സമയത്ത് കാത്തിരിക്കുക, പോകുന്നതാണ് ഏറ്റവും നമുക്ക് ഉചിതമായിട്ടുള്ള കാര്യം. ഇനി അയ്യപ്പ സ്വാമിയെ പറ്റി ഇതിനോട് ചേർത്താണെങ്കിൽ നമുക്ക് ധാരാളം പറയാനുണ്ട്. പക്ഷെ എന്നോട് വേട്ടയ്ക്കൊരു മകൻ എന്നുള്ള സങ്കല്പം കൂടി പറയണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ശാസ്ത്ര അയ്യപ്പ സങ്കല്പത്തിലേക്ക് എല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. വേട്ടയ്ക്കൊരു മകൻ എന്നുള്ളത് നമ്മുടെ കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു ദേവനും സങ്കല്പവുമാണ്. അപ്പൊ ചോദിക്കാം, അങ്ങനെ പറ്റുമോ? വേദങ്ങളിൽ പരാമർശമില്ലല്ലോ. വേദങ്ങളിൽ പരാമർശമില്ലാത്ത ദേവന്മാരെ സ്വീകരിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം എല്ലാം ശക്തിയാണ്. ശക്തിയെ നമുക്ക് എവിടെ വേണമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ എവിടെയൊക്കെ എനർജി ഉണ്ട്, എത്ര പ്ലഗ് പോയിന്റ് ഉണ്ട്, എല്ലായിടത്തും ഒരുപോലെയാണോ? മിക്സിക്ക് കൂടുതൽ വേണം, മൊബൈൽ ചാർജ് ചെയ്യാൻ കുറവ് മതി. അതുപോലെ ഈ ചൈതന്യത്തെ നമുക്ക് ഏത് രൂപത്തിൽ എവിടെ വേണമെങ്കിലും ആവാഹിക്കാം, പ്രതിഷ്ഠിക്കാം. അങ്ങനെ കേരളത്തിന് മാത്രമായിട്ടുള്ള 2 അവതാരങ്ങളാണ്. ഒന്ന് അയ്യപ്പ സ്വാമിയും ഒന്ന് വേട്ടയ്ക്കൊരു മകനും. നമ്മൾ കേരളത്തിൽ ജനിച്ചുകൊണ്ട് നമുക്ക് പറയാം നമ്മൾ ഇവരുടെയൊക്കെ സഹോദരന്മാരാണ് അല്ലേ? നമ്മുടെ സഹോദരന്മാരല്ല ഇവരൊക്കെ. തീർച്ചയായിട്ടും നമ്മുടെ കനിഷ്ഠ സഹോദരന്മാരാണ്. ആദിശങ്കരാചാര്യൊക്കെ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ആണെന്ന് ഇവരുടെയൊക്കെ നമുക്ക് പറയാം, ഇവിടെ ജനിച്ചവർ. ഇനി വേട്ടയ്ക്കൊരു മകന്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കുന്ന ആ ഒരു സമയം എല്ലാവർക്കും അറിയാലോ, ദ്വാപര യുഗം. ആ സമയത്ത് അർജുനെ പരീക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? നമ്മൾ കഥകളിൽ കിരാതൻ കാണാറില്ലേ? അല്ലേ? എന്താ പറയുക, വേട്ടയ്ക്ക് പോകുന്ന ഒരു കിരാതനായിട്ടും ആ കിരാതന്റെ പത്നിയായിട്ടും മഹാദേവനും പാർവതി ദേവിയും വേഷയിട്ടുകൊണ്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ വെച്ചാണ് അർജുനെ പരീക്ഷിക്കുന്നതും പാശുപതാസ്ത്രമൊക്കെ കൊടുക്കുന്നത്. ഈ കിരാത രൂപത്തിലുള്ള കാട്ടാളനും കാട്ടാളത്തിക്കും ഉണ്ടായ പുത്രനായിട്ടാണ് വേട്ടയ്ക്കൊരു മകനെ പറയുന്നത്. അതായത് കാട്ടാളനും കാട്ടാളത്തിയും വേട്ടയ്ക്ക് പോയ സമയത്തുണ്ടായത് കൊണ്ട് എന്ത് പേര് വന്നു? വേട്ടയ്ക്കൊരു മകൻ എന്ന പേര് വന്നു.
ഇനി ഇതിനെ ചരിതം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഉണ്ടായി, ഈ കുട്ടിയെ മഹാദേവനും പാർവതി ദേവിയും ഒരിടത്ത് കിടത്തിയിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഈ കുട്ടിയെ കണ്ടുപിടിച്ച ഈ ആദിവാസികളെ പോലെ കാട്ടുജാതിക്കാരാണ് ഈ കുട്ടിയെ എടുത്ത് വളർത്തിയത്. പക്ഷേ ഈ കുട്ടി എന്താണെന്ന് വെച്ചാൽ, ജനിച്ചപ്പോൾ തൊട്ട് ഈ കുട്ടി ഈ കുറച്ച് വലുതായപ്പോൾ കാട്ടാളൻ അല്ലേ, ഈ വന്യമൃഗങ്ങളെയൊക്കെ കൊല്ലാനും ഒക്കെ വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനത്തിനെയും പിടിച്ച് ഉപദ്രവിക്കും, എല്ലാത്തിനെയും കൊല്ലും. അവസാനം പ്രശ്നം മാത്രമല്ല, നല്ല ആളുകൾക്ക്, ഋഷിമാർക്കൊന്നും വഴി നടക്കാൻ പറ്റില്ല, എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു പരിപാടിയെ. അപ്പം എന്ത് ചെയ്തു, ഈ ഋഷീശ്വരന്മാരെല്ലാം, വളരെ ചുരുക്കി പറയുന്നത് കേട്ടോ, ഋഷീശ്വരന്മാരെല്ലാം പോയി മഹാദേവനോട് പരാതി പറഞ്ഞു. കാരണം മഹാദേവന്റെ ചൈതന്യമാണെന്ന് അറിയാം. മഹാദേവൻ പറഞ്ഞു, ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ കളിക്കുന്നതിന് നിങ്ങൾ ഇത്ര പരാതി ഒന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ ഇവർക്കല്ലേ അറിയൂ ഇതുണ്ടാക്കുന്ന പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്തു, മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ പോയി. മഹാവിഷ്ണുവിന് കാര്യം മനസ്സിലായി. അപ്പം ഈ കുട്ടിയുടെ കയ്യിൽ ഒരു അമ്പും വില്ലും ഒക്കെ ഉണ്ട്. ഇപ്പം നോക്കിയാൽ, കാരണം വേട്ടയ്ക്ക് ഇറങ്ങുന്നയാളല്ലേ, എപ്പം നോക്കിയാലും അമ്പും വില്ലും ഉണ്ട്. അപ്പം മഹാവിഷ്ണു എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ അടുക്കൽ പോയി. വേറെ രൂപത്തിലാണ് പോയത്. അപ്പം മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു ചുരിക ഉണ്ടായിരുന്നു. രണ്ടു വശവും മൂർത്തിരിക്കുന്നതാണ് ഈ ചുരിക എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടിയുടെ അടുക്കൽ പോയി കുട്ടിയുടെ വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടിക്ക് ചുരിക വേണം. അപ്പം ചുരിക വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി വെയിറ്റ് ഇട്ടുക, അങ്ങനെയല്ലേ, എന്നാലല്ലേ ഈ കുട്ടിക്ക് അത് വേണമെന്നുള്ള ആഗ്രഹം തോന്നുള്ളൂ. ഇത് തരാൻ പറ്റില്ല, അങ്ങനെയാണ് വിശേഷമുള്ളതാണ്, മറ്റേതാണെന്ന് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു അല്ല, എനിക്കിത് കിട്ടിയേ തീരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കണ്ടീഷനുണ്ട്. ഒന്ന്, വലത് കൈ കൊണ്ട് ഈ ചുരിക ഞാൻ തരുമ്പോൾ മേടിക്കാവും. മാത്രമല്ല ഈ ചുരിക ഒരു സമയത്ത് ഒരു നിലത്ത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും കൊല്ലാപ്പിനൊന്ന് കിട്ടിയാൽ മതി അല്ലേ എന്ന് വിചാരിച്ച് സമ്മതിച്ചു. ഈ ചുരിക കയ്യിൽ മേടിച്ചു കഴിഞ്ഞപ്പം വിഷ്ണു ചിരിച്ചു. ഇനി അമ്പുമില്ല് എങ്ങനെ ഉപയോഗിക്കും? അമ്പുമില്ല് ഉപയോഗിക്കുന്ന രണ്ട് കൈ വേണ്ടേ? വലത്തെ കയ്യിൽ ചുരിയെ ഇതിങ്ങനെ ഡിസ്പ്ലേക്ക് മാത്രം പിടിച്ചുകൊണ്ടിരിക്കേണ്ട സാധനമായിപ്പോയി. അപ്പോൾ പറഞ്ഞു, നീ മഹാദേവന്റെ അംശമാണ്, അതുകൊണ്ട് തന്നെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് നീ വാഴുക, ഈ ചുരിക ഉപയോഗിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യുക, എല്ലാവരെയും കാക്കുക, എനിക്ക് സദ്യക്ക് വരട്ടെ എന്ന് പറഞ്ഞ് മഹാദേവൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇതാണ് വേട്ടയ്ക്കൊരു മകൻ സങ്കല്പം. ഇത് കൂടുതലായിട്ടുള്ളത് വടക്കൻ ദേശങ്ങളിലാണ്, കേരളത്തിൻ്റെ മലബാർ സൈഡിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് ബാലുശ്ശേരിയിലാണ് ഏറ്റവും പ്രധാന പ്രതിഷ്ഠ. ബാലുശ്ശേരിയിലെ രാജാവിനെ ഈ കുട്ടി കാണുകയും ബാലുശ്ശേരി രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വേട്ടയ്ക്കൊരു മകൻ എന്നുള്ള പ്രതിഷ്ഠ നടത്തി. പക്ഷെ ഈ വേട്ടയ്ക്കൊരു മകൻ എന്നുള്ള പേര് അയ്യപ്പ സ്വാമിക്കും ചെയ്തു. കാരണം പാണ്ഡ്യ രാജാവ് വേട്ടയ്ക്ക് പോയപ്പോഴാണ് അയ്യപ്പനെ കണ്ടത്. അതുകൊണ്ട് വേട്ടയ്ക്കൊരു മകൻ എന്നുള്ളത് രണ്ടു പേർക്കും ഈ പേര് ചെയ്തു. പക്ഷെ കിരാതാഷ്ടകമൊക്കെ വേട്ടയ്ക്കൊരു മകനാണ്. വേട്ടയ്ക്കൊരു മകന്റെ രൂപം നമുക്കറിയാം. മീശയുണ്ട്, താടിയുണ്ട്, അമ്പും വില്ലുണ്ട്, ചുരികയുണ്ട്. ഇതെല്ലാം കൊണ്ടുള്ള വളരെ ശക്തിയേറിയ രൂപം, കരുത്തിൻ്റെ പ്രതീകം, നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്ന, കേരള ദേശത്തെ സംരക്ഷിക്കുന്ന, കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ദേവൻ എന്ന് പറയുന്നതാണ് വേട്ടയ്ക്കൊരു മകൻ. അപ്പം അതുകൊണ്ട് തന്നെ അത് ശാസ്താവാണോ എന്ന് ചോദിച്ചാൽ ശാസ്താവല്ല, അയ്യപ്പനല്ല. വേട്ടയ്ക്കൊരു മകൻ, പലരുടെയും കുലദൈവമൊക്കെയാണ് വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത്. പക്ഷേ ഏത് സങ്കല്പമാണെങ്കിലും ശരി, ആ സങ്കല്പത്തിൽ ഒരു ചൈതന്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് ഉണ്ടാകും. വേട്ടയ്ക്കൊരു മകൻ വളരെ വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയമില്ല. എങ്കിൽ പോലും ഈ ഒരു ശാസ്ത്ര സങ്കല്പമോ അയ്യപ്പ സങ്കല്പവും ആയിട്ട് ബാക്കിയുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ശരണം വിളിയാണ്. 10 മിനിറ്റ് അപ്പം ശരണം വിളിയുടെ കാര്യമാണ്. അപ്പോൾ അയ്യപ്പ സ്വാമിയായിട്ടും ശാസ്താവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ശരണം വിളിയാണ് അല്ലേ. ഈ ശരണം വിളിയുടെ പ്രത്യേകത, നമുക്ക് ശരണം പറയുമ്പോഴേ ബുദ്ധം ശരണം ഗച്ഛാമി എന്നാണ് വരുന്നത്. ഇതിനൊക്കെ മുമ്പ് തന്നെ ശരണമുണ്ട്. ശരണാഗതിയെ പറ്റി പറയുന്നുണ്ട്.
നമ്മൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ എന്നാണ് പറയുക. ശരണാഗതി എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്. ഭഗവാന് ശരണാഗതി അടയുക എന്ന് പറയുന്നത്. ഇവിടെ സ്വാമി ശരണമയ്യപ്പ, അയ്യപ്പ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശമാണ് ഞാൻ പറയുന്നത്. സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനെ സ്മരിക്കുകയാണ് നാമജപത്തിലൂടെ. പക്ഷെ പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നാമം ജപിക്കുന്നത്, ഈ ശരണം വിളിക്കുന്നത്? കൊച്ചു കുട്ടികളെ കൊണ്ടല്ലേ പണ്ട് ശരണം വിളിപ്പിക്കുന്നത്? അത് തന്നെ എങ്ങനെയാണ് 18 ഒന്നിച്ച് വിളിക്കാൻ പറയും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് വേറെ ഇല്ല. ലങ്സിന് പറ്റിയ ഒരു എക്സസൈസ് ആണ്. അത് അത്ര എളുപ്പമൊന്നുമല്ല ഇങ്ങനെ ശരണം വിളിക്കുക എന്ന് പറഞ്ഞാൽ. നിർത്താതെ നമ്മൾ ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിർത്താതെ വിളിക്കണ്ടേ? ഇതിൻ്റെ കാരണം എന്താണ്? മന്ത്രങ്ങൾ, നാമജപം, ഈ ശരണം വിളികളൊക്കെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. കുറച്ച് സ്പീഡിൽ പറയാം. നിങ്ങൾ ജന്മന ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ജന്മന ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുക? കുഴച്ചൊക്കെ കുഴയുന്ന പോലെയല്ലേ? അഴ കുഴ വഴ അങ്ങനെയല്ലേ പറയുക? നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാലോ ട്രെയിൻ പോകുന്ന പോലെ ഈസ് വാസ് ദാറ്റ് ടക്കട്ടക്കട്ടക്കട്ടക്കേമല്ലേ പറയുക. എന്തുകൊണ്ടാണ്? നമ്മളെത്ര ശ്രമിച്ചാലും അവർ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മാക്സിമം ശ്രമിക്കും കുഴച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ പറ്റില്ല. നമുക്കൊട്ട് അതുപോലെ കുഴച്ച് പറയാനും പറ്റില്ല. അവർക്കൊട്ട് മലയാളവും സംസ്കൃതവും നമ്മൾ പറയുന്ന പോലെ പറയാനും പറ്റില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിൽ അക്ഷരങ്ങൾ വളരെ കുറവാണ്. ഏകദേശം ഇരട്ടി അക്ഷരങ്ങളാണ് സംസ്കൃതത്തിലും മലയാളത്തിലും ഉള്ളത്. ശബ്ദം എങ്ങനെയാണ് പുറപ്പെടുക? ഇവിടുന്നാണ് പുറപ്പെടുക. പരാ പശ്യന്തി മധ്യമ വൈകരി. നല്ലതായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇവിടെ കുടുങ്ങുന്ന കാണത്തില്ലേ? കാരണം ഇവിടുന്നേ കാറ്റും ഊർജ്ജവും ഒക്കെ പുറപ്പെട്ടിട്ടാണ് പുറത്ത് വരിക. പുറത്ത് വരുമ്പോഴാണ് ശബ്ദരൂപത്തിൽ വരുന്നത്. ഇവിടുന്നേ ഊർജ്ജം പുറപ്പെടുന്നുണ്ട് അല്ലേ? അടിവയറ്റിൽ നിന്നേ പുറപ്പെടുന്നുണ്ട്. ഒരിക്കൽ റമദാനമായി അമ്മയുടെ അടുക്കൽ ഒരു ഫ്രഞ്ചുകാരനെത്തി ഫ്രഞ്ചിൽ പ്രഭാഷണം നടത്തി. അപ്പോൾ അമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ മോൻ പറഞ്ഞതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല കാര്യമാണെന്നെല്ലാം പറഞ്ഞ് എങ്ങനെ പറഞ്ഞു. മോൻ പറഞ്ഞ ഒരു ഭാഗം മാത്രം ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിശദീകരിച്ചു. അപ്പോൾ ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് ഭാഷ അറിയാവുന്നത്? അപ്പോൾ പറഞ്ഞു, പരായിൽ നിന്ന് പുറപ്പെടുമ്പോഴേ മോൻ പറയാൻ പോകുന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ എനർജി ലെവൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറയില്ലേ സാറ്റലൈറ്റ് അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്. അവർക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് പല ആചാര്യന്മാർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നത്. നമ്മൾ ചിന്തിച്ചാൽ അവർ കൃത്യമായിട്ട് പറയില്ലേ, കൃത്യമായിട്ട് അവർക്ക് പലർക്കും പറയാൻ സാധിക്കും. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അക്ഷരം പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള ഊർജം നമ്മുടെ എല്ലാ നാഡീ കോശങ്ങളിലും തട്ടി പ്രതിധ്വനിച്ചിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പം ഇതിനെല്ലാം ഉത്തേജിപ്പിക്കുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് അക്ഷരം വളരെ കുറവാണ്. ഇനി ഇവിടെ വരുമ്പോഴോ ഈ അക്ഷരം പുറത്ത് വരുമ്പോൾ നാക്കി മുകളിലും അവിടെ ഇവിടെയൊക്കെ തട്ടുന്നില്ലേ? ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് സ്ഥലങ്ങളിലേ തട്ടുന്നുള്ളൂ, വളരെ കുറച്ച് സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അതുപോലെ ബ്രെയിനിൻ്റെ സിഗ്നൽസും വളരെ കുറവാണ്, വളരെ കുറച്ച് സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കുന്നുള്ളൂ. മലയാളം എങ്ങനെ അക്ഷരം ഇക്ഷയും എല്ലാ സാധനവും ഉണ്ട് അല്ലേ? തമിഴിലാണെങ്കിൽ ചായയും സായും എല്ലാം ഒന്നാണ്. പക്ഷെ ഈ സ്ഥലം ഒന്ന് മാറുമ്പോൾ സായ്ക്ക് വരെ സാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം നമുക്ക് ഒരു പൊസിഷൻ മാറിയാൽ നമുക്ക് മാറും. സംസ്കൃതത്തിലും മലയാളത്തിലും അക്ഷരങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് ശരീരത്തിനെ മുഴുവൻ ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വളരെ കുട്ടിക്കാലം തൊട്ട് കുട്ടികളെ വേദമന്ത്രങ്ങൾ, സ്തോത്രങ്ങളൊക്കെ ചൊല്ലിക്കണമെന്ന് പറയുന്നത്. കാരണം ഉച്ചാരണ ശുദ്ധി കൂടും, ബ്രെയിൻ വളരെയധികം ഉത്തേജിപ്പിക്കപ്പെടും. മാത്രമല്ല ഈ അഗ്നിഹോത്രികൾക്ക് വളരെയധികം ഉച്ചാരണ ശുദ്ധി ഉണ്ടായിരിക്കും. കാരണം നാക്കിൻ്റെ അതിദേവതയാണ് അഗ്നി. അവർ അഗ്നിയെ ഉപാസിക്കുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ഇനി അത് തന്നെ നാമജപമാകുമ്പോഴോ അപ്പം നമ്മൾ പറയും മലയാള സംസ്കൃതം ആണെങ്കിൽ കുറേ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാലും മലയാള സംസ്കൃതം ആണല്ലോ എന്ന്. പക്ഷേ ചീത്ത വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എനർജി വളരെ നെഗറ്റീവ് എനർജിയാണ്, ദേഷ്യമൊക്കെയാണ് വരിക. നേരെ മറിച്ച് സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുമ്പോഴോ എന്ത് ആവേശത്തിലാണ് വിളിക്കുക. ശരീരത്തിൽ അത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്രമാത്രം ഊർജം, പോസിറ്റീവ് ഊർജം ഉണ്ടാകും.
അതുകൊണ്ടാണ് നമ്മളോടൊക്കെ രാവിലെ വീട്ടിൽ ഇരുന്ന് നാമം ജപിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ജോലിക്കായിട്ട് പോകാൻ പറയാം. കാരണം നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ നമ്മളെ എന്നും രാവിലെ ഒന്ന് റീചാർജ് ചെയ്തിട്ട് വേണം സമൂഹത്തിലേക്ക് ഇറങ്ങാൻ. എന്നാലേ സമൂഹത്തിൻ്റെ നെഗറ്റിവിറ്റി നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ഇനി മാത്രമല്ല, ശബരിമല പ്രശ്നം വന്നപ്പോൾ എല്ലാവർക്കും സംശയമായിരുന്നു ആചാരങ്ങൾ വേണമെന്ന്. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരക്ഷുത. ആചാരം എത്ര പ്രാധാന്യമുള്ളതാണ്. നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, if A equal to B and B equal to C, then A equal to C എന്ന് പറയും. അതായത് if ആചാരം equal to ധർമ്മം, ധർമ്മം equal to ഭഗവാൻ ആണെങ്കിൽ ആചാരം equal to ഭഗവാൻ. വ്യാസ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്, ആചാരം എന്നാൽ ഭഗവാൻ തന്നെയാണ് അർത്ഥം. പക്ഷെ ഇതിനെ നമ്മൾ എങ്ങനെ നേരിട്ടു? എത്ര ശരണം വിളികളാണ് മുഴങ്ങിയത്. നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചോ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം വരുന്നു? വിചാരിച്ചോ? സ്വപ്നത്തിൽ നമ്മൾ വിചാരിച്ചില്ല. ജയ് ശ്രീരാം വിളികൾ ഭാരതം മുഴുവൻ മുഴങ്ങിയപ്പോൾ വിരുദ്ധ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നെഗറ്റീവ് എനർജിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ശരണം വിളികൾ മുഴങ്ങുമ്പോൾ എന്ത് പറ്റും? ഞാനിവിടെ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്. മോദിജി നമ്മളുടെ പ്രധാനമന്ത്രിയാണ്, അല്ലേ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. മോദിജി പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കളിയാക്കലാണ്. സത്യം മണി മുട്ടി, അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഭഗവാൻ സത്യസായി ബാബ പറയും. മണി ഒരിക്കൽ ബാബ തന്നെ പറഞ്ഞു, എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേ മണി മുട്ടി. മണി മംഗളനാദത്തിനെ സൂചിപ്പിക്കുന്നു, മംഗള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. സത്യമായിട്ട് നമ്മൾ മണി എന്ന് പറഞ്ഞപ്പോഴല്ലേ മണി മുട്ടിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാത്രം കൊട്ടാൻ പറഞ്ഞ എന്തിനാ? ഏതെങ്കിലും ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ സങ്കല്പം എന്താ? കൊറോണ പോണം, കൊറോണ പോണം, കൊറോണ പോണം എന്നാണല്ലോ. അത് സങ്കല്പിച്ചാണല്ലോ കുട്ടിയെ. സങ്കല്പിക്കുമ്പോൾ അതിൻ്റെ തരംഗങ്ങൾ പ്രവഹിക്കും, അതോടൊപ്പം ഈ ശബ്ദ തരംഗങ്ങളും പ്രവഹിക്കും. ഈ സമയത്താണ് നെഗറ്റിവിറ്റിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത്. അപ്പൊ എങ്ങനെയാണോ ജയ് ശ്രീരാം വിളികൾ മുഴങ്ങിയപ്പോൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം വന്നത്, അതുപോലെ തന്നെ ശരണം വിളികൾ മുഴക്കിക്കൊണ്ട് നമ്മൾ തെരുവിലിറങ്ങിയപ്പോൾ നമുക്ക് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് ആ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ ഉപകരണമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് നാമജപത്തെ കുറച്ചു കാണരുത് ആരും. മാത്രമല്ല, നാമജപം മാത്രം മതിയോ? ഒരിക്കൽ വിഭീഷണൻ ഹനുമാനെ കണ്ടു. ഹനുമാൻ സ്വാമിയെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല അങ്ങേപോലെ തന്നെ ഞാനും എപ്പോഴും നാമം ജപിക്കുന്നത്, പക്ഷേ ഹനുമാനെ അങ്ങേക്ക് എപ്പോഴും ശ്രീരാമൻ്റെ സാന്നിധ്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് ശ്രീരാമനെ ഇതുവരെ കാണാൻ പോലും സാധിക്കാത്തത്? അപ്പം പറഞ്ഞു, നാമം ജപിച്ചതുകൊണ്ട് മാത്രമായില്ല, ഇത്രയും കാലം ശ്രീരാമ കാര്യം എന്ത് ചെയ്തു? ആ സീതയെ അവിടെ വന്നിരുന്നില്ലേ? എന്താ ചെയ്ത? സീതയെ സന്തോഷിപ്പിക്കാൻ മാതാവ് അവിടെ വന്നിരുന്നില്ലേ ലങ്കയിൽ? എന്താ ചെയ്തത്? അപ്പോൾ എന്തു വേണം? നാമജപം മാത്രം പോരാ, രാമകാര്യവും ചെയ്യണം. അതുകൊണ്ടാണ് ഭഗവാൻ സത്യസായി ബാബ പറയുന്നത്, ഒരു പക്ഷിയിലെ 2 ചിറകുകളാണ് സാധനയും സേവനവും. ഒരു ചിറക് മാത്രമായിട്ട് പറക്കാൻ പറ്റുമോ? ഇത് രണ്ടും ചെയ്യണം. അപ്പം അതുകൊണ്ട് സേവനവും പ്രധാനമാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ സമയത്തിന് വന്നു, അല്ലേ? രാജേഷ്ജിയൊക്കെ എത്രയോ കാലമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനു വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നു, എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ പലപ്പോഴും ഓർഗനൈസേഴ്സിന് പ്രഭാഷണം മുഴുവൻ ഇരുന്ന് കേൾക്കാൻ പറ്റത്തില്ല. അവർക്ക് അതിനിടയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകണം, ശരിയല്ലേ? നിങ്ങൾക്കോ എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ പുണ്യം കൂടുതൽ അവർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഈശ്വര കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. നിങ്ങളോ? നിങ്ങൾക്ക് പ്രയോജനം കിട്ടാനാണ് കേൾക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ക്ഷേത്ര കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇടിച്ചിടിച്ച് നിൽക്കണം. പലരും, ഞാൻ നേരത്തെ തന്നെ രാജേഷ് എങ്ങനെ എന്നോട് കസേര എടുത്തിടാൻ പറഞ്ഞാലോ, കറക്റ്റ് സമയത്ത് ചെന്നാൽ അവനവൻ ആഹാരം കഴിച്ചാൽ അവനവൻ്റെ വിശപ്പ് മാറും. നമ്മൾ കസേര എടുത്തിടാൻ മോനെ വിട്ടാലോ, മോൻ്റെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്, നമ്മുടെ അക്കൗണ്ടിലോട്ടല്ല പോകുന്നത്. ഈ ജന്മത്തിലാണ് മോനും അമ്മയൊക്കെ. നമ്മൾ ചെയ്താൽ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്താൽ നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവത് കാര്യങ്ങൾ, ക്ഷേത്ര കാര്യങ്ങൾക്ക് ഇടിച്ചിടിച്ച് നിൽക്കണം. ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യട്ടെ. ഞാൻ വെറുതെ നിങ്ങളെ രാജേഷ് പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. രാജേഷ് ഒരു ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. ഇനി അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കരുത്. പക്ഷെ സത്യമാണ്,
പല പ്രാവശ്യം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണമുണ്ട് പറഞ്ഞാൽ ഡേറ്റുകൾ ചെയ്യുന്നില്ല. ഒരിക്കലും ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആളുണ്ടാവുമോ എന്ന് രാജേഷിക്ക് സംശയം, വെക്കേഷൻ കാലമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും ശരി, സംഘാടകർക്ക് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈശ്വര കാര്യങ്ങളിൽ, ക്ഷേത്ര കാര്യങ്ങളിൽ, ഭഗവത് കാര്യങ്ങളിൽ എല്ലാവർക്കും ശ്രദ്ധയുണ്ടാകണം. എത്രയോ ജന്മങ്ങളുടെ, കോടി ജന്മങ്ങളുടെ സുഹൃതം ഉള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. ഭാഗവതത്തിൽ പറയുന്നു, മൃഗങ്ങളെല്ലാം ക്യൂ നിൽക്കുകയാണത്രേ ഒരു മനുഷ്യ ജന്മം കിട്ടാൻ. അടുത്ത ജന്മം എന്തായിരിക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. ഹരിനാമ കീർത്തനം നോക്കിയാൽ മതി, പാറ്റയോ തേരുടെയോ അതൊക്കെ നമ്മുടെ കയ്യിൽ പോലെ ഇരിക്കും. ചിദാനന്ദപുരി സ്വാമിജി പറയും, ഈ ജന്മത്തിൽ എപ്പോഴും ജിമ്മിൽ പോയി ശരീരം ഇങ്ങനെ പുഷ്ടിപ്പെടുത്തി വെക്കുന്നവർ, എപ്പോഴും ശരീരം ഇങ്ങനെ കട്ടയായിട്ട് വെക്കണം എന്നുള്ളവർ അടുത്ത ജന്മത്തിൽ വൃക്ഷമായിട്ട് ജനിക്കും, നല്ല ഉരുപ്പിടിയായിട്ട് ജനിക്കും. കാരണം ഉരുപ്പിടി എപ്പോഴും അതാണ് ചിന്ത. ഏത് ചിന്തയാണോ നമുക്കുള്ളത് അതായിരിക്കും അടുത്ത ജന്മം. അതുകൊണ്ട് അടുത്ത ജന്മം മനുഷ്യ ജന്മം കിട്ടുമോ എന്ന് ഉറപ്പില്ല. കിട്ടിയാൽ തന്നെയോ അടുത്ത ജന്മം ഒന്ന് ആലോചിക്കും. എന്തൊക്കെ കഷ്ടപ്പെടാം, വീണ്ടും ഈ LKG പോയി ഈ മുഴ പഠിക്കണ്ടേ അല്ലേ? ആ ടീച്ചറിൻ്റെ അടി മുഴുവൻ കൊള്ളണം. ഈ 1, 2 പഠിക്കണം, A4 ആപ്പിൾ, B4 ഇതെല്ലാം പഠിക്കണം. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ആകുമ്പോൾ ഭഗവാനെ ഉറക്കയിൽ A+ കിട്ടുമോ? അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ആണോ, എൻട്രൻസ് ആണോ? അത് കഴിഞ്ഞ് പ്രേമിക്കാൻ പോകും, ഒരു 10-15 ബ്രേക്കപ്പ് വരും. അത് കഴിയുമ്പോഴത്തേക്കും കല്യാണം കഴിക്കും, പിന്നെ കുട്ടി ഉണ്ടായോ ഇല്ലയോ, പിന്നെ അവരുടെ പൊല്ലാപ്പ്. വലിയ കുഴപ്പമില്ലാതെ ഒരു ജന്മം കിട്ടിയിട്ടുണ്ട്. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ഈ ജന്മത്തിന് തന്നെ ലക്ഷ്യം നേടും. എവിടെ നിന്നോ പുറപ്പെട്ടോ അവിടെ തിരിച്ചെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് അർജുനനെ പോലെ ഏട്ടം വല്ല നോക്കാതെ വെച്ച് പിടിക്കുക. അർജുനനെ എല്ലാവരും കളിയാക്കി ഈ കാലിച്ചക്കൻ്റെ പുറകെ നടന്നുകൊണ്ട്. പക്ഷെ എപ്പോഴാണോ ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിയത്, അർജുനനെ ഏട്ടം വല്ല നോക്കാതെ വെച്ച് പിടിച്ചു പോയി. ആർക്ക് കിട്ടി ഭഗവാനെ? അർജുനൻ. കളിയാക്കിയവരെവിടെ പോയി അറിയാമോ? അതുകൊണ്ട് നമ്മുടെ അമ്പലം കഴിഞ്ഞ് അമ്പലം നിരങ്ങിലൊക്കെ ആര് വേണേലും വിളിച്ചോട്ടെ, ഏട്ടമല്ല നോക്കാതെ ആ ഭഗവത് കാര്യങ്ങളിൽ മുന്നേറാൻ അയ്യപ്പസ്വാമി തന്നെ, ധർമ്മശാസ്ത്രാവ് തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവസാന ശ്വാസം വരെ ആ സനാതന ധർമ്മത്തിൽ ഉറച്ച് പ്രവർത്തിക്കാൻ ആ ധർമ്മശാസ്ത്രാവിൻ്റെ ഇരിക്കരങ്ങളും നമ്മളുടെ എല്ലാവരുടെയും ശിരസിന് മുകളിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹ രൂപത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രമിച്ച എല്ലാ സജ്ജനങ്ങളും ആ പരബ്രഹ്മത്തിൻ്റെ ജീവാത്മാവാണെന്നും ഈശ്വര സ്വരൂപികളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പാദങ്ങളിലും മനസ്സിൽ നമസ്കരിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഇത്രയും നേരം ഞാൻ എൻ്റെ കുട്ടികളെ പറ്റിയോ വീടിനെ പറ്റിയോ ഒന്നും ചിന്തിച്ചില്ല. ഈ ഭഗവത് കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചത്. അതിനവസരം തന്ന രാജേശ്വരി, അതുപോലെ ഭാരവാഹികൾ, പരിചയമുള്ള നാട്ടുകാരുമായിട്ടുള്ള പലരും ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയം മൂലം ആരുടെയും പേരിലെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.